അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وعليكم السلام. وعليكم السلام ورحمة الله. അൽഹംദുലില്ലാഹ് الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في دورة الأولى من دروس اللغة العربية لغير الناطقين بها. ഖുർആൻ പഠനത്തിന്റെ എളുപ്പവഴിയുടെ കീഴിൽ നടന്നു വരുന്ന അനറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതിയുടെ 1ാം സെമസ്റ്ററിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. كيف حالكم؟ بخير الحمد لله. من أين أنتم؟ من الكويت. أنا من الكويت. أنت من الكويت ولا من كيرلا أو من هند؟ من الهند. الحين أنا كويت. الحين أنت في الكويت. والآخرون يا عبد الرشيد، أين أنت يا عبد الرشيد؟ أين أنت يا عبد الرشيد؟ أبو ظبي؟ أسماء بيبي، أين أنت؟ في كيرلا، في إرناകുളം, في تريفاندرم؟ أنا من ملبورم. ما شاء الله، ملبورم. أليس باللغة العربية با لذلك تقول أو تقولين من ملبورم. 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 അറബിയിൽ പായില്ലാത്തപ്പോൾ ബാ പറയണം. ഇൻഷാ അല്ലാഹ് കുറേശ്ശെ പഠിക്കാം നമുക്ക്. അയിന വഖഫ്ന, എവിടെ നിർത്തി നമ്മള്? ശബ്ദം കുറവ് പോലെ എന്റെ മിസ്റ്റേക്ക് ആണോ എന്ന് അറിയില്ല. ആ ഫോണിലെ കുട്ടിക്ക് എല്ലാവർക്കും കേൾക്കുന്നുണ്ട്. അബ്ദുൾ റഷീദ് വിളിച്ചത് മാത്രമേ കേൾക്കാതെ ഉള്ളൂ. അത് ഇയർഫോണില്ല. هل تسمعون يا إخوان والأخوات؟ تسمعون جيدا؟ كويس؟ صوت كويس؟ صوت كويس ആണോ? അല്ല, ഇപ്പൊ ഔട്ട് ഓഫ് പ്ലേസ് അല്ല, ഞാൻ യാത്ര കഴിഞ്ഞിട്ടിപ്പോ ജസ്റ്റ് അറൈവ്. طيب ما في مشكلة إن شاء الله. لازم تستخدم سماعة مثل هذا، سماعة. لا غير سماعة بالتالي على ലളിതമായിട്ട് കിട്ടും നമുക്ക്. അത് കിട്ടും, അല്ലെങ്കിൽ വയറുള്ളതും കിട്ടും. വയറുള്ളതും വയറില്ലാത്തതൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞത് ഒരു ഉദാഹരണം പറഞ്ഞായിരുന്നു. കിതാബ് എടുത്താൽ കിതാബുഹു, കിതാബുഹും, കിതാബുക, കിതാബുക്കും, കിതാബി, കിതാബുന, കിതാബുഹ പോലെയുള്ള പ്രയോഗമാണ് 10ാമത്തെ പാഠത്തിലെ ഒരു പ്രധാന വിഷയം എന്ന് നമ്മൾ പറഞ്ഞു. കിതാബുഹു അവന്റെ പുസ്തകം, കിതാബുക, കിതാബുഹും അവരുടെ പുസ്തകം, കിതാബുക്ക നിന്റെ പുസ്തകം, കിതാബുക്കും നിങ്ങളുടെ പുസ്തകം, കിതാബി എന്റെ പുസ്തകം, കിതാബുന ഞങ്ങളുടെ പുസ്തകം, കിതാബു ഹ അവരുടെ പുസ്തകം. ഇവിടെയാണ് നമ്മൾ സാധാരണ അറബി പഠിക്കാൻ പോയാൽ ആദ്യം ചോദിക്കുന്നത് വാട്ട്സ് യുവർ നെയിം? മൈ നെയിം ഈസ് സോ. നമ്മൾ പഠിക്കുന്നത് കുറെ കൂടി പ്രൊഫഷണൽ ആയിട്ട് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഇസ്മി പറയാൻ പഠിക്കുന്നത്. ഇസ്മുൻ നാമം, ഇസ്മി മൈന, ഇസ്മുക നിന്റെ പേര്. ഓക്കെ, അപ്പൊ മസ്മുക എന്ന് ചോദിക്കും. മാ ഇസ്മുക, മസ്മുക, മാ ഹദ നമ്മൾ നേരത്തെ പഠിച്ചു. മാ ഹദ, മാ ദാലിക ഒക്കെ പഠിച്ചു. ഇതൊക്കെ പഠിച്ചിട്ട് നമ്മൾ ഗ്രാജുവലി ആണ് നമ്മൾ പഠിച്ചത്. കുറച്ചുകൂടി ഗ്രാജുവൽ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത്. നമ്മൾ സാധാരണ കൊളൈക്കൽ ലാംഗ്വേജ്, സ്പോക്കൺ ലാംഗ്വേജ് പഠിക്കുന്ന പോലെ ചെന്ന ഉടനെ പഠിച്ചു പറഞ്ഞാൽ പിന്നെ പഠിക്കുന്നതെല്ലാം ഒരു ഇതും ഇല്ലാതെയാണ് പഠിക്കുന്നത്. നിങ്ങൾ കുറെ കൂടെ ഓർഗനൈസ്ഡ് ആണ് നമ്മുടെ കോഴ്സ്. അതുകൊണ്ട് നമ്മൾ ഇത് തന്നെ പഠിപ്പിക്കുന്നത്. വെൽ ഓർഗനൈസ്ഡ് ആണ്. അപ്രൂവ്ഡ് ബൈ ദ മദീന യൂണിവേഴ്സിറ്റി. മദീന യൂണിവേഴ്സിറ്റിയിൽ വരുന്ന അനറബികൾക്ക് അവിടുത്തെ കോഴ്സ് മനസ്സിലാകണമെങ്കിൽ ഈ പുസ്തകം പഠിച്ചേ പറ്റുള്ളൂ.
അതിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ വരുന്ന ആള് ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ ഈ കോഴ്സ് പഠിച്ചാൽ മതി. എന്നാൽ അവർക്ക് അവിടുത്തെ പാഠങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ അവർക്ക് പ്രോപ്പറായിട്ട് അവരെ ഇടപാട് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും പറയാനും പറ്റും. പറയാനും ചോദിക്കാനൊക്കെ പറ്റും. ഏതൊരു അനറബികൾക്കും അവരുടെ മദീന യൂണിവേഴ്സിറ്റി പഠിക്കാം. അപ്പൊ അതാണ് ഇന്നത്തെ ഒരു പാഠം. പിന്നെ ലീ വരും. ലീ എന്ന വാക്ക് ഇക്കിന് വേണ്ടി അൽഹംദുലില്ല. ഓക്കെ, ഒന്നുകൂടെ പറയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു സമ്മറി, ഒന്നുകൂടെ പറയാണ്. അൽഹംദുലില്ല പറയുന്ന പോലെ ലീ ഇക്കിന് വേണ്ടി. അതിന്റെ കൂടെ ലഹു അവന്, ലഹും അവർക്ക്, ലക്ക നിനക്ക്, ലക്കും നിങ്ങൾക്ക്, ലീ എനിക്ക്, ലന ഞങ്ങൾക്ക്, ലഹ അവൾക്ക്. ഇതാണ് ഇതിലെ രണ്ടാമത്തെ അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്. പിന്നെ നമ്മൾ ഒരു വെർബ് നമ്മൾ പഠിച്ചായിരുന്നു. ഇനി പഠിക്കാൻ പോകുന്ന വെർബ് എന്താണ്? ഒരക്ഷരം കൂടി ചേർക്കുന്ന വെർബാണ്. നമ്മൾ മൂന്ന് അക്ഷരം മാത്രമുള്ള വെർബാണ് നേരത്തെയുള്ള പാഠത്തിൽ പഠിച്ചത്. ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് മൂന്ന് അക്ഷരത്തോടൊപ്പം ഒരക്ഷരം കൂടി ചേർക്കും. എന്ന് പറഞ്ഞാല് റഹബ അവൻ പോയി, റഹബത്ത നീ പോയി. റഹബ അവൻ പോയി, റഹബത്ത നീ പോയി. അതേപോലെ റഹബത്തു ഞാൻ പോയി. റഹബത്ത നീ പോയി, റഹബത്തു ഞാൻ പോയി. റഹബത്ത നീ പോയി, റഹബത്തു ഞാൻ പോയി. ഇതാണ് ഇന്ന് പഠിക്കുന്ന മറ്റൊരു സംഗതി. ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു. പിന്നെ വരുന്ന കാര്യം നമ്മൾ പാഠത്തിൽ വായിക്കാം. അപ്പൊ ചോദിക്കുകയാണ് മൻ അൻത. ഒരാളെ കണ്ടാൽ ഉടനെ നമ്മൾ ചോദിക്കേണ്ടത് മൻ അൻത എന്നാണ്. പക്ഷെ ലാംഗ്വേജ് പഠിക്കുന്ന ഉടനെ നമുക്ക് മൻ എന്താന്ന് ചോദിച്ചാൽ ആൻസർ പറയാൻ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടാവില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതങ്ങോട്ട് നന്നായിട്ട് ഉപയോഗിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പരസ്പരം പരിചയപ്പെട്ടിട്ട് നിങ്ങൾ ശരിക്കും നമ്മൾ 2-3 ഗ്രൂപ്പാക്കി തിരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് നമുക്ക് ഇതുവരെ നടന്നിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം? ഈ ഗ്രൂപ്പിലുള്ള ആളെ പരിചയപ്പെട്ടിട്ട് ഒരാളെ കോൺടാക്ട് നമ്പർ എടുത്ത്, ഇതിൽ കോൺടാക്ട് നമ്പർ വരുന്നുണ്ട്, നമ്മൾ ഹൈഡ് ചെയ്തിട്ടില്ല. കോൺഫിഡൻഷ്യലായിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. കോൺടാക്ട് നമ്പർ എടുത്തിട്ട് എന്ത് ചെയ്യാം? ആളെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്തിട്ട് അറബിയിൽ തന്നെ സംസാരിക്കുക. ഈ പഠിക്കുന്ന പാഠങ്ങൾ എന്ത് ചെയ്യാം? നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, മൻ അൻത. അപ്പോ അന താലിബുൻ ബിൽ ജാമിഅത്ത്. അപ്പൊ പറഞ്ഞ പേരല്ല ചോദിച്ചത്. മൻ അൻത, നിങ്ങൾ ആരാ എന്ന് ചോദിച്ചപ്പോൾ താങ്കൾ ആരാണ്? മൻ അൻത, താങ്കൾ ആരാണ്? നീ ആരാണ്? അന താലിബുൻ ബിൽ ജാമിഅത്തി. അന താലിബുൻ, താലിബ് നമ്മൾ പഠിച്ചായിരുന്നു. സ്റ്റുഡന്റ് ബിൽ ജാമിഅത്തി എന്ത യൂണിവേഴ്സിറ്റി. ബിൽ ജാമിയ. നമ്മൾ ജാമിയ എന്ന് പറഞ്ഞില്ലേ? ജാമ്യയിലുള്ള സമരം നടന്ന കാര്യങ്ങളൊക്കെ വാർത്തയിൽ വായിച്ചേ. ജാമ്യ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി, മദ്രസ എന്ന് പറഞ്ഞ സ്കൂൾ. അൻത ത്വാലിബുൻ ജദീദുൻ. അൻത ത്വാലിബുൻ ജദീദുൻ. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച സംഗതികൾ കൂടി ഇതിൽ ഉപയോഗിച്ചു കൊണ്ടാണ് പാഠം പുരോഗമിക്കുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞ അന ത്വാലിബുൻ ബിൽ ജാമിയ, ഐ എം എ സ്റ്റുഡന്റ് ഇൻ ദ യൂണിവേഴ്സിറ്റി. അൻത ത്വാലിബുൻ ജദീദുൻ. അപ്പൊ ത്വാലിബിന്റെ വിശേഷണമാണ് ജദീദ്. നമ്മൾ പഠിച്ച വിശേഷം ത്വാലിബുൻ ജദീദ്. അപ്പൊ നമ്മൾ ത്വാലിബ് നോക്കിയാൽ അതിന്റെ അതേ ഫോർമാറ്റാണ് ജദീദ്. അപ്പൊ ത്വാലിബ് ജദീദ് ത്വാലിബിന്റെ വിശേഷണമെന്ന് മനസ്സിലായി. അൻത, ആർ യു. അൻത മീൻസ് ആണോ ഉണ്ടോ? അൻത നീ. ത്വാലിബുൻ ജദീദ്, ആർ യു എ ന്യൂ സ്റ്റുഡന്റ്. ഇവിടെ അൻത എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ യു പറയുന്നത് പ്ലൂറലിലും സിംഗുലറിലും യു എന്ന് പറയും. ഇവിടെ അൻത എന്നുള്ളത് സിംഗുലർ ആണ്. അതുകൊണ്ട് നമ്മൾ ഒരു പേരിൽ ചൂണ്ടിയത് അൻത, നീ. അൻത ത്വാലിബുൻ ജദീദ്, ആർ യു എ ന്യൂ സ്റ്റുഡന്റ്? യെസ്. അപ്പൊ ഇവിടെ ചോദ്യം ശ്രദ്ധിക്കണം. ആ കൊണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. പോസിറ്റീവ് ആയിട്ടാണ് ചോദ്യം. ആണോ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് എന്താണ്? പോസിറ്റീവ് ആയിട്ടുള്ള ചോദ്യമാണ്, നെഗറ്റീവ് ആയിട്ടുള്ള ചോദ്യമല്ല. നെഗറ്റീവ് ആയിട്ടുള്ള ചോദ്യം എന്ത് വരും? അല്ലേ എന്ന് ചോദിക്കും. അല്ലേ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് എന്താണ്? നെഗറ്റീവ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ എന്താണ്? പോസിറ്റീവ് ആയിട്ടുള്ള ചോദ്യമാണ്. ആണോ
അൻത ത്വാലിബുൻ ജദീദുൻ. അപ്പോ ആണോ എന്ന് ചോദിച്ചാൽ ആണ് എങ്കിൽ എന്ത് മറുപടി പറയണം? നഅം എന്ന് പറയണം. നഅം എന്ന് മറുപടി പറയണം. നഅം. നമുക്ക് പാഠം കാണുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഉണ്ട്. താലിബുൻ ജദീദ്. അപ്പൊ നഅം അന താലിബുൻ ജദീദ്. അതെ, ഞാനൊരു പുതിയ സ്റ്റുഡന്റ്. ഒരു സംശയം ചോദിക്കും. നഅം എന്നുള്ള നഅമുൻ എന്നല്ലേ ശരിക്കും എഴുതുമ്പോ? അല്ലല്ല, നഅമിന് മീമിന് സുക്കൂനാണ്. നഅം. അതാണ് സംശയം. നഅം ഖുർആനിൽ വായിച്ചുള്ള ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ആ സംശയം തീരും. ആരും വായിച്ചിട്ടില്ല. സൂറത്ത് യൂസഫിലുണ്ട്. എന്താ വായിച്ചേ? അതിൽ സഹോദരന്മാർ യൂസഫിനോട് ചോദിക്കുന്നത് എന്താ യൂസഫ്? അപ്പൊ എന്താ പറഞ്ഞു? ഓക്കെ. അപ്പൊ എന്തായാലും ഒരെണ്ണാണ്. വേറെ ആരും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. കാണണം. കണ്ണുകൾ ഉണ്ടായാൽ പോരാ, കാണണമെന്നാണ്. കണ്ടിട്ടില്ല. കണ്ടില്ലേ? എത്ര പ്രാവശ്യം ഖുർആൻ ഓതി? അല്ല, പിന്നെ ഫാത്തിഹ അമ്മയാണ്, അത് വേറെ വാക്കല്ലേ? നഅം എന്ന് കേട്ടിട്ടുള്ളതെന്ന് ചോദിച്ചത്. ونادى أصحاب الجنة أصحاب النار أن قد وجدنا ما وعدنا ربنا حقا فهل وجدتم ما وعد ربكم حقا قالوا نعم. ഇത് വേറെ സൂറത്താണ്. നേരത്തെ പറഞ്ഞ സൂറത്ത് യൂസുഫിലാണ്. ഇവിടെ പറഞ്ഞത് അറാഫിലാണ്. എനിക്ക് കണ്ട ഓർമ്മയുണ്ട്. ഖാലൂ നഅം എന്ന വാക്കാണ് ഞാൻ കണ്ടുള്ളത്. അപ്പൊ നമ്മൾ ഖുർആൻ വായിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? ഇനി വളരെ കെയർഫുൾ ആയിട്ടേ വായിക്കാം. കെയർലെസ് ആയിട്ട് ഒരിക്കലും വായിക്കരുത്. സൂറ ഷൂറയിലുണ്ട്. എന്തായത്? ഷൂറാന്റെ ആയത്ത് ഫിറഔനോട് നമ്പറല്ല, നിങ്ങൾ ഒരു വാക്ക് അതിന്റെ കൂടെ ചേർത്ത് പറയും. ഞാൻ പറഞ്ഞില്ല, ഞാൻ കണ്ടത് ഖാലൂ നഅം എന്നാണെന്ന്. ഫിറഔന് പറയുന്നതാണ്. നിങ്ങൾ ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടുമോ, റിവാർഡ് കിട്ടുമോ? അത് പറഞ്ഞു. ശരി. അപ്പൊ എന്ത് ചെയ്യണം? ഇനി ക്യൂരിയോസിറ്റിയോട് വായിച്ചാൽ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും ഖുർആൻ വായന. ഖുർആൻ വായന വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ ഉദ്ദേശിക്കാത്ത പല സംഗതികളും ഖുർആനിൽ കണ്ടാൽ നമുക്ക് ഭയങ്കര ആശ്ചര്യമായിട്ട് തോന്നും. കാരണം ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, അതേപോലെ അഡ്വൈസ് ആണ്, അതേപോലെ എന്താണ്, അങ്ങനെ ഉത്ബോധനമാണ്, അതേപോലെ ഉണർത്തലാണ്. ഇതെല്ലാം അതിൽ കാണും. സദാചാര ഗ്രന്ഥമാണ്, സദാചാരം പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ്, സാമൂഹ്യ മര്യാദ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ്, സാഹോദര്യം പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ്, മനുഷ്യത്വം പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ്, മനുഷ്യ അവകാശം പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. ഇതെല്ലാം അതിൽ കാണുമ്പോൾ നമുക്ക് ഇതെല്ലാം നമ്മളാണ് ആദ്യം പഠിപ്പിച്ചതെന്ന് തോന്നും. അപ്പൊ നമുക്ക് ബോധ്യമാകും. അപ്പോഴും ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും. അപ്പൊ ഭയങ്കര മനുഷ്യാവകാശത്തിന്റെ ആൾക്കാർ, ധാർമ്മികതയുടെ ആൾക്കാർ, മൂല്യത്തിന്റെ ആൾക്കാർ വന്നേക്കുന്നു. ശരി. അപ്പോ സംശയം തീരാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അവിടെ എല്ലാ സ്ഥലത്തും മീമിന് സുക്കൂൻ ഇട്ടിട്ടുണ്ട്. നഅം എന്നത് മാറുന്ന പദമല്ല, എന്താണ്, ഉറച്ച പദമാണ്. മീമിന് സുക്കൂൻ. നഅം എന്ന വാക്ക് ഉറച്ച വാക്കാണ്. യെസ് എന്ന് മാത്രമല്ല, അതിന് രൂപഭേദങ്ങളില്ല നഅമിന്. ഹാമിദ്, മിൻ ഐന അൻത, മിൻ ഐന അൻത, വേർ ആർ യു ഫ്രം. അപ്പൊ ആരാ കുവൈറ്റ് എന്ന് പറഞ്ഞത്? ഷറഫുദ്ദീൻ. മാഷാ അല്ലാഹ്. അപ്പൊ മിൻ ഐന അൻത, മിനൽ കുവൈറ്റ്. കുവൈറ്റിൽ നിന്നുള്ള ഒരാൾ നിങ്ങൾ ചോദിച്ചാൽ മിൻ ഐന അൻത എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അതാണ് ഇവിടെ പറഞ്ഞത്. മുഹമ്മദ് അന മിനൽ ഹിന്ദി, അന മിനൽ ഹിന്ദി. അപ്പൊ അൽ വരുന്ന കൺട്രി നെയിംസ്, അൽ വരുന്ന പദങ്ങളുടെ അവസാനം മിൻ വന്നാൽ കെസർ വരും. രാജ്യത്തിന്റെ പേര് വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അന്ത്യം മാറുന്ന, അന്ത്യത്തിൽ അടയാളം മാറുന്ന നാമങ്ങളുണ്ടാവും, കെസർ വരുന്ന പദങ്ങളുണ്ടാവും, കെസർ വരാത്ത പദങ്ങളുണ്ടാവും. ലാസ്റ്റിൽ കെസർ വരുന്ന പദങ്ങളുണ്ടാവും, കെസർ വരാത്ത പദങ്ങളുണ്ടാവും. അൽ വരുന്നതിന് എല്ലാത്തിനും കെസർ വരും. അപ്പൊ അന മിനൽ ഹിന്ദി,
പാകിസ്ഥാൻ ആണെങ്കിൽ അനമിൻ പാകിസ്ഥാന് കെസർ വരില്ല, പാകിസ്ഥാന് കെസർ ഇല്ല. അനമിൻ പാകിസ്ഥാന്. അടുത്ത് ഹാമിദിൻ മസ്മുക. മസ്മുക. മാ അധികം ഇസ്മുൻ അധികം ക. മാ അധികം ഇസ്മുൻ അധികം ക. നമ്മൾ നേരത്തെ പറഞ്ഞു ഇസ്മുഹു അവന്റെ പേര്, ഇസ്മുഹും അവരുടെ പേര്, ഇസ്മുക്ക നിന്റെ പേര്, ഇസ്മുക്കും നിങ്ങളുടെ പേര്, ഇസ്മി എന്റെ പേര്, ഇസ്മുന ഞങ്ങളുടെ പേര്, ഇസ്മുഹ അവളുടെ പേര്. ഇങ്ങനെ പറഞ്ഞു പഠിക്കാം. ഇസ്മുഹു അവന്റെ പേര്, ഇസ്മുഹും അവരുടെ പേര്, ഇസ്മുക്ക നിന്റെ പേര്, ഇസ്മുക്കും നിങ്ങളുടെ പേര്, ഇസ്മി എന്റെ പേര്, ഇസ്മുന ഞങ്ങളുടെ പേര്, ഇസ്മുഹ അവളുടെ പേര്. ഇത് ഇങ്ങനെ പറഞ്ഞു പഠിച്ചാൽ എപ്പോഴും നമുക്ക് നോക്കിയാലും പെട്ടെന്ന് നമുക്ക് ഐഡിയ കിട്ടും. അതുപോലെ അങ്ങോട്ട് പറയാനും പറ്റും. വായിച്ചാൽ ഐഡിയ കിട്ടും, അങ്ങോട്ട് പറയാനും വാക്കുകൾ കിട്ടും. മസ്മുക. അപ്പൊ നമ്മൾ പറഞ്ഞു ഇസ്മിന്റെ ഹംസിന് അഥവാ അലിഫിന് കെസറില്ല, ഒറിജിനലി ഹംസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് ചേർത്ത് വായിക്കുമ്പോൾ അതിന് ഉച്ചാരണം ഉണ്ടാവില്ല. മസ്മുക എന്നത്. ചേർത്ത് വായിക്കാത്ത അലിഫിൻ, ചേർത്ത് വായിച്ചാൽ ഉച്ചാരണമില്ലാത്ത അലിഫിന് മുമ്പ് ദീർഘമുണ്ടെങ്കിൽ ആ ദീർഘം എന്ത് ചെയ്യും? ചേർത്ത് വായിക്കുമ്പോൾ പോകും. മാ ഇസ്മുക എന്നാണ്. അപ്പൊ ഇസ്മ എന്നത് ചേർത്ത് വായിക്കുമ്പോൾ പോകുന്ന അലിഫാണ്. അതിന് മുമ്പുള്ള ദീർഘത്തിനും ആ ദീർഘവും കൂടെ പോകും. മസ്മുക. മസ്മുക മുഹമ്മദ്. ഇസ്മി മുഹമ്മദുൻ. ഇസ്മി മുഹമ്മദ്. അതായത് പറഞ്ഞു ഇസ്മുഹു ഇസ്മുഹും, ഇസ്മുക ഇസ്മുക്കും, ഇസ്മി എന്റെ പേര്, ഇസ്മുന ഞങ്ങളുടെ പേര്. ഇസ്മി മുഹമ്മദുൻ നമ്മൾ നേരത്തെ പഠിച്ചു. മുഹമ്മദിന് തന്മീൻ ലമ്മ് തന്മീനാണ് വരിക. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ പറയാ. ഇസ്മി മുഹമ്മദുൻ. മൈ നെയിം ഈസ് മുഹമ്മദ്. ഹാമിദ്. വമിൻ ഹാദൽ ഫത അല്ലദി മഅക. വമൻ മിന്നല. വമൻ ഹാദൽ ഫത അല്ലദി മഅക. മഅ ഒപ്പം. മഅ ഒപ്പം. അപ്പൊ അതിന് എന്ത് ചെയ്യണം നമ്മള്? മഅഹു അവനോടൊപ്പം, മഅഹും അവരോടൊപ്പം, മഅക നിന്നോടൊപ്പം, മഅക്കും നിങ്ങളോടൊപ്പം, മഇ എന്നോടൊപ്പം, മഅന ഞങ്ങളോടൊപ്പം, മഅഹ അവളോടൊപ്പം. ഈ 6 രൂപങ്ങളും പറഞ്ഞു പഠിക്കണം. ഇത് മോസ്റ്റ് കോമൺലി ഒക്കേർഡ് വേർഡ്സ് ആണ്. മഅഹു അവനോടൊപ്പം, മഅഹും അവരോടൊപ്പം, മഅക നിന്നോടൊപ്പം, മഅക്കും നിങ്ങളോടൊപ്പം, മഇ എന്നോടൊപ്പം, മഅന ഞങ്ങളോടൊപ്പം, മഅഹ അവളോടൊപ്പം. ഇത് അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ്. അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് പല പ്രാവശ്യം ആവർത്തിച്ചത്. അപ്പൊ നമുക്കിത് ഒരിക്കലും മറന്നുപോയില്ല. മഅക നിന്നോടൊപ്പം. ഹാദൽ ഫത. ഫതൻ എന്ന് പറഞ്ഞാൽ, ഫതൻ ഖുർആനിൽ വായിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? യുവാവ്. ഫതൻ ഖുർആനിൽ വായിച്ചിട്ടുണ്ടോ? വിജയം നിങ്ങൾ വിജയം വരിക്കണമെങ്കിൽ ബുക്കിൽ നല്ലൊരു നോക്കണം, അല്ലെങ്കിൽ സ്ക്രീനിൽ നല്ലൊരു നോക്കണം. നിങ്ങൾ നോക്കുന്നില്ല, ബുക്കിൽ നോക്കുന്നില്ല, സ്ക്രീനിൽ നോക്കുന്നില്ല. ഇത് ഫത്താന്ന് പറഞ്ഞ യുവാവല്ലേ? അത് ഖുർആനിൽ വായിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. അൽ ഫത്ത എന്ന വാക്ക് ആരും വായിച്ചിട്ടില്ല. നാളെ മുതൽ ഖുർആൻ വായിക്കണ്ട കേട്ടോ. നിങ്ങൾ ഇങ്ങനെ വായിക്കരുത് ഖുർആൻ. വായിച്ചിട്ടുണ്ടാവും, പക്ഷെ എവിടെയാന്ന് ഓർമ്മ കിട്ടുന്നില്ല. അതാണ് ഫത്തഹ് സൂറത്തില്. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഫത്തഹ് സൂറത്തിൽ വായിച്ചത് എന്താണ്? ഇന്ന അതിന്റെ അർത്ഥം എന്താ? ഫതഹ് വിജയം. 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 അതാ, നിങ്ങൾ വിജയിക്കണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ കയ്യിരിക്കുന്ന ബുക്കിൽ നോക്കുക, അല്ലെങ്കിൽ ഇവിടെ കാണുന്ന സ്ക്രീനിൽ നോക്കുക. വിജയിച്ചോ? അതാണ് ചോദിച്ചത്. ഇപ്പൊ കണ്ടപ്പോ നിങ്ങൾ വിജയിച്ചു. പക്ഷെ ഇപ്പൊ മനസ്സിലായി. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതാ പറഞ്ഞു, നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നല്ലോണം ഇരിക്കണം, ബോധത്തോടെ ഇരിക്കണം കേട്ടാ. അൽ ഫത ഖുർആനിലുണ്ട്. സമഅന ഫതൻ യുഖാൽ ലഹു ഇബ്രാഹിം. സമഅന ഫതൻ യുഖാൽ ലഹു ഇബ്രാഹിം. നിങ്ങളൊരു യുവാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതാണ് ഫത. ഇതിന്റെ ബഹുവചനമാണ് ഫിത്തിയത്തുൻ. അതുകൊണ്ട് ഈ പാഠത്തിൽ വരും കേട്ടോ. ഫിത്തിയത്തുൻ. ഫിത്തിയത്തുൻ വായിച്ചിട്ടുണ്ടോ? സത്തയാനി എന്ന് പറയുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ വാക്ക് നിങ്ങൾ പറയുന്നില്ല, അതാണ് നീ ശ്രദ്ധിച്ചിരിക്കണം എന്ന് പറയുന്നത്. ഞാൻ ഫതൻ ചോദിച്ചു, ഫിത്തിയത്തുൻ ചോദിച്ചു. ഫിത്തിയത്തുൻ വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? അത് പോയി. അത് ബുക്ക് നിങ്ങൾ നോക്കുന്നില്ല, കേൾക്കുന്നില്ല നല്ലപോലെ.
ഫിദിയത്തുനാണ്. ഫിദിയത്തുൻ താൽ മസ്കീൻ, അത് ഫിദിയത്തുൻ. ഇവിടെ ഫിത്തിയത്തുൻ, ഇവിടെ ഫിത്തിയത്തുൻ. ഇന്നഹും ഫിത്തിയത്തുൻ. സൂറത്തുൽ കഹ്ഫ്. അപ്പൊ എല്ലാ ആഴ്ചയും വായിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് ബോധം ഉണ്ടാകുന്നത്. ഇന്നഹും ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ, ദിവസം എത്ര പേജ് നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യും? ഒരാൾ പറയും. എത്ര? 10 വായിച്ചിട്ട് എന്താ ചെയ്യുന്നത്? 10 വായിച്ചിട്ട് എന്താ ചെയ്യും? കുറച്ചൊക്കെ അർത്ഥം അറിയും, ഫുള്ളും അറിയൂല. ഓക്കെ, ബാക്കിയുള്ളവര്? ഞാന് ഇപ്പൊ ഹിഫ്ള് ചെയ്യണം ഉസ്താദെ, കാരണം ഞാനൊരു ഇമാമ് നിൽക്കുന്നുണ്ട് സലഫി മസ്ജിദ്. വേറെ ഹലോ, അതാണ് ഇപ്പൊ എന്റെ വായന. റഷീദ് സാർ പറഞ്ഞത് കേട്ടു. വേറെ? അഞ്ചായത്ത് അതാ 5 പേജ് വായിക്കുന്ന ആള്, 5 പേജ് വായിക്കുന്ന ആള്. അഞ്ചായത്ത് ചോദിക്കട്ടെ, 5 പേജ് വായിച്ച ആള് 5 പേജ് വായിച്ചിട്ട് എന്തെങ്കിലും റിസൾട്ട് കിട്ടിയോ? അതിലെന്തെങ്കിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായോ? കുറച്ചൊക്കെ ഇങ്ങനെ അർത്ഥം മനസ്സിലാവും. നമസ്കാരത്തില് പാരായണം ചെയ്യുമ്പോ, നമസ്കാരത്തിലാണ് പാരായണം ചെയ്യാറുള്ളത്. 5 പേജും മുസ്തഹഫ് തുറന്നു വെച്ചിട്ട് വായിക്കും? അല്ലല്ല, അങ്ങനെ പേജായിട്ട് പിന്നെ രാത്രി നമസ്കാരത്തിലും ബാക്കിയുള്ള നമസ്കാരങ്ങളിലൊക്കെ ആയിട്ട് പാരായണം ചെയ്യും. ഹിഫ്ളായിട്ടാണ് പാരായണം ചെയ്യുന്നത്. അല്ലാതെ വായിക്കൂല? അല്ലാതെയും വായിക്കലുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത്, നിർബന്ധമായും ചെയ്യേണ്ടത്, ദിവസവും എത്ര ഭാഗമാണോ വായിക്കുന്നത് അത്ര ഭാഗം വായിച്ചിട്ട് ഒരു ദിവസം നോക്കണം. ഞാൻ വായിക്കാൻ എത്ര സമയം എടുക്കും നോക്കണം. ഒരു ഭാഗം നിങ്ങൾ 1 പേജിൽ കൂടുതൽ വായിക്കണ്ട. 1 പേജിൽ കൂടുതൽ ട്രയൽ ആണ്. ട്രയൽ 1 പേജിൽ കൂടുതൽ വായിക്കരുത്. വായിച്ചിട്ട് വായിക്കാൻ എത്ര സമയം എടുക്കുന്നു നോക്കണം. ആദ്യം സമയം എടുത്ത് വായിക്കണം. വായിച്ചിട്ട് എന്ത് ചെയ്യണം? ഓരോ വാക്കും എനിക്ക് മനസ്സിലാകുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കി വായിക്കണം. അല്ലാതെ വായിക്കേണ്ട കാര്യമില്ല, അങ്ങനെ വായിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല. നമ്മളെന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക, കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം മഞ്ചേശ്വരം മുതൽ കന്യാകുമാരി വരെ, അല്ലെങ്കിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ എത്ര അറബി കോളേജുകളുണ്ട്? എത്ര ഖുർആൻ സ്റ്റഡി സെന്ററുകളുണ്ട്? എത്ര പേര് എത്ര പേര് ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു? എത്ര ഖുർആൻ പഠിപ്പിക്കുന്ന ഗ്രൂപ്പുകളുണ്ട്? ഈ നമ്മളോടാണ് ഖുർആൻ അർത്ഥം അറിയാതെ വായിക്കാൻ പറഞ്ഞത്? അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ക തിലാവതിഹി. അപ്പൊ ഇപ്പൊ പുതിയ ട്രെൻഡ് എന്താ? തജ്വീദ് പഠിക്കുക. പുതിയ ട്രെൻഡാ തജ്വീദ് പഠിക്കുക. അതാണ് ട്രെൻഡ്. തജ്വീദ് പഠിച്ചിട്ട് എന്താ ഉപയോഗം? പറയുന്ന കേക്ക്. ഞാൻ തീർത്തോട്ടെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ലാസ്റ്റ് സമയം തരാം, നിർത്തുന്നതിന് മുമ്പ്. തജ്വീദ് പഠിച്ചിട്ട് വളരെ മനോഹരമായി പാരായണം ചെയ്യും. ഈ ആൾക്കാരെ കുറിച്ചാണ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതാ ഒരുമിച്ച് കൂടുന്നുണ്ട്. അവരെന്താണ് ചെയ്യാൻ പോകുന്നത്? ആ സമ്മേളനം നമ്മളെ നിരോധിക്കണമോ അനുമതി കൊടുക്കണമോ എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്തു? ഭരണകൂടം അവരുടെ എന്താ പറയാ, എന്താണ് പറയാ റഷീദ് സാറേ, ഇന്റലിജൻസ് വിഭാഗത്തെ ഏർപ്പെടുത്തി. അപ്പൊ ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തത് എന്താണെന്നറിയാമോ? അവരെ കൊണ്ട് ഒരു ദ്രോഹവുമില്ല. കാരണം അവർ ചർച്ച ചെയ്യുന്നത് ആകാശത്തിന് മുകളിലുള്ളതിനെയും ഭൂമിക്ക് താഴെയുള്ളതിനെ കുറിച്ചാണ്. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? വളരെ മനോഹരമായി അവിടെ മീമിന് ശബ്ദം കൊടുക്കണമോ, മീമ് മണിച്ചോദണമോ, വെളിവാക്കി ഓതണമോ, അവിടെ ഇതകാം ഹൊന്നയാണോ, ഇതകാം ഹൊന്നയാണോ, അല്ല ഇതകാം കാമിലാണോ, മുത്തമാസിലൈനാണോ, ജാനിസൈനിയാണോ, പിന്നെ മദ് മുൻഫസിലാണോ, മദ് മുത്തസിലാണോ, അവിടെ വഖഫ് വഖഫ് ലീനാണോ, അല്ല വഖഫ് വേറെന്തെങ്കിലും ആണോ എന്ന് ആരിലാണോ, ഇതൊക്കെ കൽക്കലത്തുണ്ടോ, കൽക്കലത്തില്ലേ, തഫ്ഖീമാണോ, തർക്കീക്കാണോ,
ഇതാണ് ചർച്ച ചെയ്തുകൊണ്ട് വായിക്കുന്നത്. അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തദീനു ലക്കുമുൽ അറബ് വതഖ്ലാ ലക്കുമുൽ അജം. ഇത് പറഞ്ഞപ്പോഴാണ് അബൂജഹലും മുത്തവത്തും ഷൈബത്തും ഒക്കെ എന്തായത് വിരളി പിടിച്ചു പോയത്. അങ്ങനെയാണ് ഖുർആൻ വായിക്കാൻ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്ത് പാണ്ഡവം കെട്ടിടത്ത് പോയപ്പോഴത്തേക്ക് ഒരു അമുസ്ലിം സുഹൃത്ത് അദ്ദേഹത്തിന്റെ ഒരു മുസ്ലിം അല്ലാത്ത സുഹൃത്ത് ചോദിച്ചു, അല്ല അബൂബക്കർ എവിടെ പോകുന്നു ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ നാട് വിട്ടു പോവുകയാണ്, ഈ നാട്ടിൽ ഇവിടെ ജീവിക്കാൻ വേണ്ടി ആൾക്കാർ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇബ്നു ദുഗ്ന എന്ന് പറഞ്ഞ ആ മുസ്ലിം അല്ലാത്ത സഹോദരൻ പറഞ്ഞു, താങ്കൾ ഇവിടെ നിന്ന് പോകാൻ പാടില്ല, ഇവിടെ നിന്ന് പോകാൻ പാടില്ല. നമ്മൾ ഈ ചരിത്രങ്ങളെ കേട്ടതാണ്, പക്ഷെ എന്തിനാണ് ഈ ചരിത്രം പറഞ്ഞതെന്ന് മാത്രം നമ്മൾ അറിയില്ല. താങ്കളെ പോലുള്ള ആൾക്കാർ ഇവിടെ നിന്ന് പോകാൻ പാടില്ല, ഞാൻ താങ്കൾക്ക് ഇവിടെ അഭയം തരും. അദ്ദേഹം അഭയം കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്? അദ്ദേഹത്തിന്റെ മുറ്റത്ത് നമസ്കരിക്കുക. അപ്പൊ എന്ത് ചെയ്തു? അവസാനം ഇബ്നു ദുഗ്നയ്ക്ക് അദ്ദേഹത്തിന്റെ പ്രൊട്ടക്ഷൻ പിൻവലിക്കേണ്ടി വന്നു. കാരണം ജനങ്ങളെല്ലാം കേട്ടു അബൂബക്കർ സിദ്ദീഖ് എന്താണ് പോകുന്നതെന്ന് കേട്ടോണ്ട്. അങ്ങനെ അദ്ദേഹം അപ്പൊ ഇത് കേട്ടപ്പോൾ എന്തായി? ഈ ഖുർആൻ പാരായണം കേട്ടിട്ടാണ് ജനങ്ങൾ പ്രകോപിതരാകുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? കഅബയിൽ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. ഉടനെ എന്ത് കിട്ടിയിട്ടുണ്ടാവും? നിങ്ങൾ ആരും ചരിത്രം കേട്ടിട്ടുണ്ടോ? ആരും കേട്ടില്ല. അടി കിട്ടി. ഏതുവരെ? ബോധരഹിതനായി വീഴുന്നവരെ. ഇന്ന് നമ്മൾ ഖുർആൻ മൈക്കെടുത്ത് ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ അടി കിട്ടിയ? എന്തുകൊണ്ട് അടി കിട്ടാത്തത്? ആൾക്കറിയില്ല എന്താന്ന് ഓതിയാക്കും അറിയില്ല, കേട്ടാക്കും അറിയില്ല. അതുകൊണ്ട് അങ്ങനെ ഓതാൻ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ നിങ്ങൾ തജ്വീദിന്റെ ക്ലാസ്സിൽ ചെന്നാൽ പറയും, വറത്തിൽ ഖുർആന തർത്തീല എന്ന് പറഞ്ഞാൽ ഖുർആൻ ശ്രദ്ധാപൂർവ്വം തജ്വീദ് അനുസരിച്ച് പാരായണം ചെയ്യാൻ. ഞാൻ കേട്ടിട്ടുള്ളതാ. അതേപോലെ തന്നെ പറഞ്ഞു തരട്ടെ. അതേപോലെ വറത്തിൽ ഖുർആന തർത്തീല എന്ന് പറയും. അല്ലദീന ആതൈനാഹുൽ കിതാബ യത്ലൂനഹു ഹഖ്ക തിലാവതിഹി എന്ന് പറയും. നാം ഖുർആൻ അവതരിപ്പിച്ച ആൾക്കാർ തിലാവത്തിന്റെ ഹക്ക് അനുസരിച്ച് പാരായണം ചെയ്യുന്നു പറയും. അപ്പൊ തിലാവത്തിന്റെ ഹക്ക് എന്താണ്? തജ്വീദ് ക്ലാസ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ തജ്വീദ് കുറെ ആൾക്കാർ തജ്വീദ് ക്ലാസ് പഠിപ്പിക്കുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ തജ്വീദിന്റെ ക്ലാസ് ഉണ്ടോ എന്ന് ചോദിച്ചു. തജ്വീദിന്റെ ക്ലാസ് ഉണ്ട്. ഞാൻ പറഞ്ഞു തജ്വീദിന്റെ ക്ലാസ് ഒക്കെ എടുത്തു തരാം, നിങ്ങൾ ആദ്യം അർത്ഥം മനസ്സിലാക്കി പഠിക്കുന്നു പറഞ്ഞു. അപ്പൊ തജ്വീദിന്റെ ക്ലാസ്സിൽ എന്താ പിന്നെ ഹക്ക തിലാവത്തിനെ കുറിച്ച് പറയുന്നത്? ഒന്ന് എന്താണ്? കുല്ല ഹർഫിൻ ഹഖഹു മിനൽ ഹഖഹു വമുസ്തഹഖഹു. കുല്ല ഹർഫിൻ ഹഖഹു വമുസ്തഹഖഹു. ഇതാണ് തജ്വീദ് പറയുന്നത്. എന്താണ്? ഓരോ അക്ഷരത്തിനും അതിന്റെ ഹക്കും മുസ്തഹക്കും കൊടുക്കുക. അപ്പൊ എന്താണ് ഹക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നെ മഖ്റജാണ് ഹക്ക് എന്ന് പറയുന്നത്. മുസ്തഹക്ക് എന്ന് പറയുന്നത് അതിന്റെ സിഫാത്താണ്. അപ്പൊ ഓരോ അക്ഷരത്തിനും അതിന്റെ മഖ്റജിനാലും അതിന്റെ വിശേഷണത്തിനാലും ഉത്ഭവസ്ഥാനത്തിനാലും ഉള്ള ഹക്കുകൾ കൊടുക്കലാണ് എന്ന് പറഞ്ഞു. അള്ളാഹ് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ച അതാണോ? അല്ലദീന ആതൈനാഹുൽ കിതാബ ഹഖ്ക തിലാവതിഹി. ഹക്ക് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഒന്ന് ഇത്തഖുല്ലാഹ ഹഖ്ക തിലാവതിഹി, ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി. തഖ്വയുടെ മുറപ്രകാരം, നമ്മൾ അവിടെ മുറപ്രകാരം എന്നാണ് പറയുന്നത്. തഖ്വ ചെയ്യുക, അള്ളാഹെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കുക. നമ്മൾ എല്ലാ കൂട്ടുകാരും പറഞ്ഞിരുന്നു. അതേപോലെ ജാഹിദു ഫീ സബീലില്ലാഹി ഹഖ്ക ജിഹാദിഹി, അല്ലെ? ജിഹാദിന്റെ ഹക്ക് അനുസരിച്ച് ജിഹാദ് ചെയ്യുക. അപ്പൊ തിലാവത്തിന്റെ ഹക്ക് എന്താ? തിലാവത്തിന്റെ ഹക്ക് എന്ന് പറഞ്ഞാൽ പറയുന്ന ഖുർആനെ നമ്മൾ മനസ്സിലാക്കുക. ഖുർആനിന് എന്ത് ചെയ്യുക? നമ്മൾ പാരായണം ചെയ്തുകൊണ്ട് ഖുർആനിന് ഒരു സംതൃപ്തി ഉണ്ടാവും. ഖുർആൻ വന്നിട്ട് നമുക്ക് സാക്ഷിയായിട്ട് നിൽക്കും. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ട്രയൽ നിങ്ങൾ വായിച്ചിട്ട് ഓരോ വാക്കും എനിക്ക് അറിയാമോ ഇല്ലേ എന്ന് നോക്കുക കേട്ടോ. നമ്മൾ ഈ ക്ലാസ്സിന്റെ നമ്മൾ അറബി അങ്ങോട്ട് കുറെ ആൾ പോയ ശേഷം പിന്നെ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഓരോ ഭാഗം ഞാൻ പറയുന്നത് ഒരു പേജ് വായിച്ചില്ലെങ്കിലും അര പേജ് നിർബന്ധമായും ഈ പറയുന്നത് പോലെ വായിക്കണം. 6 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അറബിയും മനസ്സിലാവും, ഖുർആനും മനസ്സിലാവും.
ഇതിൽ കുറെ ആൾക്കാർ ഇതിന്റെ ഫൈനലൊക്കെ പഠിച്ച ആൾക്കാരാണ്. നമ്മൾ നിർബന്ധമായും പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്ട്രോങ് ആയിട്ട് പറഞ്ഞത്. അരപ്പേജ് നിർബന്ധമായി നിങ്ങൾ വായിക്കണം. വായിച്ചിട്ട് ഓരോ വാക്കിലും എനിക്ക് അറിയുമോ ഇല്ലേ എന്ന് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അരപ്പേജിൽ 65 വാക്കുണ്ടാവും. 60 മുതൽ 65 വാക്കുണ്ടാവും, അല്ലെങ്കിൽ 65 മുതൽ 75 വരെ വാക്കുണ്ടാവും അരപ്പേജ് എടുത്താൽ. അതെ, അരപ്പേജ് എടുത്താൽ 65 മുതൽ 75 ഇടയ്ക്ക് വാക്കുകളുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം, എന്നിട്ട് നിങ്ങൾ നോക്കണം എനിക്ക് എത്ര വാക്കിന്റെ അർത്ഥം അറിയാം. അത് നമ്മളവിടെ എഴുതി വെക്കാം. നിങ്ങൾ വായിച്ച് ഇത്രയെങ്കിലും എഴുതി വെക്കണം. എവിടെ, നിങ്ങളെ നോട്ട്ബുക്കിൽ ഡെയിലി വായിക്കുന്ന ഡയറി വേണം. ഡെയിലി ഖുർആൻ വായിക്കുന്നതിന് ഡയറി വേണം. നിങ്ങൾ ജനുവരി 14 അല്ലെങ്കിൽ 15/1/2020 2025 വായിച്ച് പേജ് നമ്പർ 4 അതിലെ ഫസ്റ്റ് ഹാഫാണ് വായിക്കുന്നതെങ്കിൽ പിന്നെ പേജ് നമ്പർ 5-ാമത്തെ പേജ് വായിച്ചു. 5-ല് അടുത്ത ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ 1A അല്ലെങ്കിൽ പിന്നെ 5A ഫസ്റ്റ് ഹാഫ്, 5B സെക്കൻഡ് ഹാഫ്. ഇങ്ങനെ നിങ്ങൾ എഴുതി വായിച്ചിട്ട് എന്ത് ചെയ്യാം, ഇതില് പിന്നെ 65 എത്ര വാക്ക്, ആകെ എത്ര വാക്കുണ്ടെന്ന് എണ്ണുകയാണെങ്കിൽ കുറച്ചുകൂടെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ആകെ എത്ര വാക്കുണ്ട് ഞാൻ വായിച്ചതിൽ, അപ്പൊ 65 വാക്ക് കിട്ടിയെന്ന് വിചാരിച്ചു. 65-ൽ വരയിട്ട് മുകളിൽ വരയിട്ടിട്ട് എന്ത് ചെയ്യാ, അതിൽ എത്ര വാക്ക് എനിക്കറിയും, 60 വാക്കെങ്കിലും നിങ്ങൾക്ക് അറിയും കേട്ടോ. അതായത് നിങ്ങൾക്ക് പകുതി 65-ല് അതിന്റെ പകുതി മുതൽ 35-നും 45-നും ഇടയ്ക്ക് വാക്ക് കിട്ടാത്ത ഒരുത്തനും ഉണ്ടാവില്ല ഈ ക്ലാസ് പങ്കെടുക്കുന്നത്. നിങ്ങൾ നോക്ക്. എന്നിട്ട് നിങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം പറയും നമുക്ക് ഇപ്പൊ ഇത്രയും വാക്ക് കിട്ടുന്നുള്ളൂ, ഇനി എന്ത് ചെയ്യണം ഉസ്താദ് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്നതൊക്കെ ഫിത്തിയത്തിനാണോ തിരിയും. ഈ ക്ലാസ് നിങ്ങളല്ലാത്ത പലരും കേൾക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പഠിക്കുന്ന ക്ലാസ് നിങ്ങളല്ലാതെ പലരും ഇത് കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും പഠിച്ചിട്ട് ഇത് ഫിത്തിയത്തിനാണോ തിരിയാതിരുന്നാൽ എന്താ അവസ്ഥ? അതേപോലെ ഫതഹാണോ തിരിയാതിരുന്നാൽ എന്താ അവസ്ഥ? ഓക്കെ. ഒമൻ ഹാദൽ ഫത, അപ്പൊ ഫത്തയുടെ ബഹുവചനമാണ് ഫിത്തിയത്തുൻ. ഇന്നഹും ഫിത്തിയത്തുൻ. അടുത്തെന്താ? ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദ. ചോദിക്കാൻ പറ്റുമോ? ഇന്നഹും ഫിത്തിയത്തുൻ, അവരെന്താണ്, കുറെ യുവാക്കളാണ്. നിങ്ങൾ തജ്വീദ് സംബന്ധമായ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ അവസാന സമയം തരാം കേട്ടോ. അല്ലദീ മഅക ദ വൺ ഹു, അല്ലദീ ദ വൺ ഹു. നമ്മൾ അല്ലദീന പഠിച്ചായിരുന്നു, സിറാത്തൽ ലദീന സൂറത്തുൽ ഫാത്തിഹയിൽ പഠിക്കും. അതേപോലെ അല്ലദീ യുവസ്വിസു സൂറത്തുൽ നാസിൽ പഠിക്കും. അല്ലദീ എന്ന് പറഞ്ഞാൽ ദ വൺ ഹു. അല്ലദീ മഅക, താങ്കളോടൊപ്പമുള്ളതായ ഈ ഫത ആരാണ്, ഈ ചെറുപ്പക്കാരൻ ആരാണ്, ഈ ചെറിയ യുവാവ് ആരാണ്? ومن هذا الفتى, and who is this youth with you, മുഹമ്മദ്? ഹുവ ജമീലി. അപ്പൊ ഇതെന്താണ്, ഈ പൊസസീവ് ഫ്രേസ് പറയുന്നതാണ് നമ്മൾ പഠിക്കേണ്ടത്. ജമീലുൻ കൊളീഗ്, ക്ലാസ്മേറ്റ്. ജമീലുഹു അവന്റെ ക്ലാസ്മേറ്റ്, ജമീലുഹും അവരുടെ ക്ലാസ്മേറ്റ്, ജമീലുക്ക നിന്റെ ക്ലാസ്മേറ്റ്, ജമീലുക്കും നിങ്ങളുടെ ക്ലാസ്മേറ്റ്. ജമീലി എന്റെ ക്ലാസ്മേറ്റ്, ജമീലിന ഞങ്ങളുടെ ക്ലാസ്മേറ്റ്, ജമീലുഹ അവളുടെ ക്ലാസ്മേറ്റ്. അഹുവ അയ്ളൻ മിനൽ ഹിന്ദി. അഹുവ അയ്ളൻ, ഈസ് ഹി, അഹുവ ഈസ് ഹി അയ്ളൻ ഓൾസോ മിനൽ ഹിന്ദ്, ഫ്രം ഇന്ത്യ. ഓക്കെ. അഹുവ അവനും ആണോ. അപ്പൊ ചോദ്യം എന്ത് തരം ചോദ്യമാണ്? അഹുവ ആണോ എന്നുള്ളത് പോസിറ്റീവ് ചോദ്യമാണോ നെഗറ്റീവ് ചോദ്യമാണോ? പോസിറ്റീവ് ചോദ്യം. ആണോ എന്ന് ചോദിക്കുമ്പോൾ പോസിറ്റീവ് ചോദ്യം. പിന്നീട് നമ്മൾ നെഗറ്റീവ് ചോദ്യത്തിന് എന്ത് ആൻസർ വേണമെന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ പോസിറ്റീവ് ചോദ്യം ഇപ്പോഴേ പഠിച്ചു വയ്ക്കാൻ പറയും. അഹുവ ഐവൻ, ആണോ അവനും ആണോ. ഐവൻ എന്ന് പറഞ്ഞാൽ ഓൾസോ എന്ന് അറബിയിൽ പറയും, അല്ല ഇംഗ്ലീഷിൽ പറയും. മിനൽ ഹിന്ദി, ഫ്രം ഇന്ത്യ. ലാ ഹുവ മിനൽ യാബാനി, മിനൽ യാബാനി. അപ്പോ രാജ്യത്തിന്റെ പേര് വരുമ്പോൾ കെസ്റ ഉണ്ടോ എന്നുള്ളതിന് ഒറ്റ നോട്ടത്തിൽ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അല്ലുണ്ടെങ്കിൽ കെസ്റുണ്ട്. മിനൽ യാബാനി. ഹുവ മിനൽ യാബാനി, ഹീസ് ഫ്രം ജപ്പാൻ. നേരത്തെ പറഞ്ഞല്ലോ മലബുറം എന്ന് പറയണം. മലബുറം മലബുറം എന്ന് പറയണം. എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഇല്ല. അപ്പൊ ജപ്പാൻ എന്ന് പറയുന്നത് ജായും ഇല്ല, ജാ ഉണ്ട്, പക്ഷെ എങ്കിൽ പോലും യാബാൻ എന്നാണ് പറയുന്നത്. അപ്പൊ പാ ഇല്ലാത്തതുകൊണ്ടാണ് പാ പറയാത്തത്. യാബാൻ, മിനൽ യാബാൻ. ഹമിദ്. മസ്മുഹു, നേരത്തെ ഇസ്മുക്ക പറഞ്ഞു, ഇസ്മി പറഞ്ഞു. ഇപ്പം മസ്മുഹു, വാട്ട് ഈസ് ഹിസ് നെയിം?
മസ്മുഹു. അപ്പൊ ഇസ്മുഹു അവന്റെ പേര്, ഇസ്മുഹും അവരുടെ പേര്, ഇസ്മുക്ക നിന്റെ പേര്, ഇസ്മുക്കും നിങ്ങളുടെ പേര്, ഇസ്മി എന്റെ പേര്, ഇസ്മുന ഞങ്ങളുടെ പേര്, ഇസ്മുഹ അവളുടെ പേര്. മുഹമ്മദ്. ഇസ്മുഹു ഹംസത്തു. ഇതിന്റെ പേരെന്താണ്? ഹംസത്തു. ഹംസ, ഹംസത്തു. അപ്പൊ നമ്മൾ അക്ഷരത്തിന്റെ പേര് എഴുതുമ്പോ ഹംസത്ത് എന്നാണ്. ഇത് ഹംസത്ത് ആളുടെ പേര് എഴുതുമ്പോ ജീമിലെ ഹായാണ്. ഹംസ എന്ന് അക്ഷരത്തിന്റെ പേര് ഹംസ എന്ന് വരുമ്പോഴത്തേക്ക് എന്താവും? അത് തലപ്പാൽപ്പെട്ടുള്ള ഹായ. ഇസ്മുഹു ഹംസത്തു, അയാളുടെ പേര് ഹംസ എന്നാണ്. ഹാമിദ്. മാ ലുഗതുക യാ മുഹമ്മദ്. മാ ലുഗതുക, വാട്ട് ഈസ് യുവർ ലാംഗ്വേജ്? ലുഗത്തുൻ ലാംഗ്വേജ്, ലുഗത്തുൻ ലാംഗ്വേജ്, ലുഗത്തുൻ ലാംഗ്വേജ്. ലുഗത്തുഹു അവന്റെ ലാംഗ്വേജ്, ലുഗത്തുഹും അവരുടെ ലാംഗ്വേജ്, ലുഗത്തുക്ക നിന്റെ ലാംഗ്വേജ്, ലുഗത്തുക്കും നിങ്ങളുടെ ലാംഗ്വേജ്, ലുഗത്തി എന്റെ ലാംഗ്വേജ്, ലുഗത്തുന ഞങ്ങളുടെ ലാംഗ്വേജ്, ലുഗത്തുഹ അവരുടെ ലാംഗ്വേജ്. മാ ലുഗത്തുക യാ മുഹമ്മദു. യാ മുഹമ്മദു, യാ വന്നാൽ ഒരു ലമ്മ ഉണ്ടാകും. യാ മുഹമ്മദു നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിക്കാം. യാ മുഹമ്മദു. മുഹമ്മദ്. ലുഗത്തി അൽ ഉർദിയത്തു. ലുഗത്തി അൽ ഉർദിയത്തു ചേർത്ത് വായിച്ചാൽ ലുഗത്തി അൽ ഉർദിയത്തു. എന്റെ ലാംഗ്വേജ് ഉർദിയത്താണ്. ഉർദിയ, ഉറുദു ആണ്. അൽ ഉർദിയത്തു. ഹിയ ലുഗത്തുൻ സഹ്ലത്തുൻ. ഇപ്പൊ ഉർദിയത്ത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്താണ്? താവുള്ളതാണ്. അതുകൊണ്ട് പറഞ്ഞു അഹിയ. അഹിയ ഈസ് ദാറ്റ്. ഇവിടെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണോ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണോ? പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഹിയ പറഞ്ഞത് ആരെ കുറിച്ചാണ്? ലുഗത്തിനെ കുറിച്ചാണ്. അഹിയ ഈസ് ദാറ്റ്. ലുഗത്തുൻ സഹ്ലത്തുൻ. ലുഗത്തുൻ സഹ്ലത്തുൻ. ലുഗത്ത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് സഹ്ലത്തുൻ എന്ന് പറഞ്ഞത്. ലുഗത്തിന്റെ വിശേഷണമാണ് സഹ്ലത്തുൻ. ലുഗത്തുൻ സഹ്ലത്തുൻ. മുഹമ്മദ്. ലുഗത്തുൻ സഹലത്തുൻ. അപ്പോ ലുഗത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് സഹലത്തുൻ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എന്ത് പറയാ? സഹലുൻ എന്നാണ് പറയുന്നത്. സ്ത്രീലിംഗം അല്ലെങ്കിൽ പുല്ലിംഗമാണെങ്കിൽ സഹലുൻ എന്ന്. അഹിയ ലുഗത്തുൻ സഹലത്തുൻ. അതൊരു എളുപ്പമുള്ള ഭാഷയാണോ? സഹലത്തുൻ എളുപ്പമുള്ളത്, സഹലുൻ എളുപ്പമുള്ളത്. അപ്പൊ ആ ഒന്ന് ചോദിച്ചതുകൊണ്ട് നഅം എന്ന് പറയാ. അതെയെങ്കിൽ നഅം, അല്ലെങ്കിൽ അഹിയ ലുഗത്തുൻ സഹലത്തുൻ ആണ് എങ്കിൽ എന്ത് പറയണം? നഅം എന്ന് പറയണം. അഹിയ ലുഗത്തുൻ സഹലത്തുൻ, അത് എളുപ്പമുള്ള ലാംഗ്വേജ് ആണോ? ആണെങ്കിൽ നഅം എന്ന് പറയണം. ഹിയ ലുഗത്തുൻ സഹലത്തുൻ, അതൊരു എളുപ്പമുള്ള ലാംഗ്വേജ് ആണ്. ഹംസതു മാ ലുഗത്തുഹു. ചോദിക്കുന്നത് പറയുന്നത് ഹാമിദാണ്. ചോദിക്കുന്ന ഹാമിദാണ്. ഹാമിദ് പറയാണ് ഹംസതു, ആൻഡ് അബൌട്ട് ഹംസ മാ ലുഗത്തുഹു, വാട്ട് ഈസ് ഹിസ് ലാംഗ്വേജ്. അവിടെ കോമായിട്ട് ചോദിച്ച് സംസാരിക്കുന്നതല്ല. അതായത് കോൺവെർസേഷൻ ആകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എങ്ങനെയാണ് പറയുന്നത്, ഏത് സ്റ്റൈലിലാണ് പറയുന്നത്. അപ്പോ ഹംസതു ആൻഡ് ഹംസ മാ ലുഗത്തുഹു, വാട്ട് ഈസ് ഹിസ് ലാംഗ്വേജ്, വാട്ട് ഈസ് ഹിസ് ലാംഗ്വേജ്. നേരത്തെ പറഞ്ഞത് ലുഗത്തുഹു അവന്റെ ഭാഷ, ലുഗത്തുഹും അവരുടെ ഭാഷയിൽ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോ മുഹമ്മദ് ലുഗത്തുഹുൽ യബാനിയത്തു. ലുഗത്തുഹുൽ യബാനിയത്തു വഹിയ ലുഗത്തുൻ സഅബത്തുൻ. ലുഗത്തുഹു അൽ യബാനിയത്തു. ലുഗത്തുഹു അവന്റെ ഭാഷ അൽ യബാനിയത്തു ജപ്പാനിയാണ്. ജപ്പാൻ ലാംഗ്വേജ് ആണ്. വഹിയ ലുഗത്തുൻ സഅബത്തുൻ, ദാറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ലാംഗ്വേജ്. ലുഗത്തുൻ സഅബത്തുൻ. അപ്പൊ സഹലത്തിന്റെ ഓപ്പോസിറ്റ് സഅബത്തുൻ എന്നാണ്. അത് സഅബത്തിനെ എന്ത് ചെയ്യാം? അത് പുല്ലിംഗമാക്കാവുന്നതാണ്. ലുഗത്തുൻ സ്ത്രീലിംഗമായതുകൊണ്ടാണ് സഅബത്തുൻ എന്ന് പറഞ്ഞത്. പുല്ലിംഗമാക്കിയാൽ എന്ത് പറയും? സഅബുൻ. സഅബുൻ പ്രയാസമുള്ളത്, സഹലുൻ എളുപ്പമുള്ളത്. സഹലിന്റെ ഓപ്പോസിറ്റ് ആണ് സഅബുൻ. ഐന അബൂക യാ മുഹമ്മദ്. ഐന അബൂക. ഐന അബൂക. എവിടെ? യാ മുഹമ്മദ്.
എന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫാദറിന്റെ പറഞ്ഞായിരുന്നു അബ് അഹ് എന്ന് രണ്ട് പേര്. അതിലെന്ത് രണ്ട് അക്ഷരമേ ഉള്ളൂ. അബെന്നും അഹെന്നും രണ്ട് അക്ഷരമേ ഉള്ളൂ. അപ്പൊ അതിന്റെ കൂടെ ക ചേർക്കുമ്പോൾ വാവ് കൊണ്ട് നീട്ടിയാണ് പറയുക. അബൂക്ക അബൂക്ക, അബു അഹൂക്ക, പ്ലസ് ക. അബൂക്ക നിന്റെ ഉപ്പ, അഹൂക്ക നിന്റെ സഹോദരൻ. അയിന അബൂക്ക. അപ്പോ യാ മുഹമ്മദ്, മുഹമ്മദേ നിന്റെ ഉപ്പ എവിടെയാണ്? അയിന അബൂക്ക യാ മുഹമ്മദ്. അപ്പൊ പറഞ്ഞു അബീ, അബീ. അപ്പൊ അതുകൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അബൂഹു അവന്റെ ഉപ്പ, അബൂഹും അവരുടെ ഉപ്പ, അബൂക്ക നിന്റെ ഉപ്പ, അബൂക്കും നിങ്ങളുടെ ഉപ്പ, അബീ എന്റെ ഉപ്പ, അബൂന ഞങ്ങളുടെ ഉപ്പ, അബൂഹ അവരുടെ ഉപ്പ. അപ്പൊ അബി എന്റെ ഉപ്പ ഫിൽ കുവൈറ്റ്, നമ്മുടെ ഷറഫുദ്ദീൻ സാഹിബിന്റെ കൂടെയാണ്. ഫിൽ കുവൈറ്റ്, കുവൈത്തിലാണ്. അപ്പൊ കുവൈറ്റ് എന്ന് പറഞ്ഞാൽ ടാ അല്ല കേട്ടോ, കുവൈറ്റ് ടായാണ്. ഫിൽ കുവൈറ്റ്, കുവൈത്തിലാണ്. ഹുവ തബീബുൻ ഷഹീറുൻ. നേരത്തെ പറഞ്ഞാൽ നമ്മൾ തബീബ്, തബീബ് ആരാണ്? ഡോക്ടർ. ഡോക്ടർ ഷഹീർ ഫേമസ്. ഫേമസ്. ഹി ഈസ് ഫേമസ്. ഹുവ തബീബുൻ ഷഹീർ എന്ന് പറഞ്ഞാൽ ഹി ഈസ് എ ഫേമസ് ഡോക്ടർ. ഡോക്ടർ. ഇവിടെ അൽ ഉപയോഗിച്ചിട്ടല്ല പറഞ്ഞത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എ ഉപയോഗിച്ചിട്ടാണ് ഇംഗ്ലീഷിലേക്ക് പറയുക. ഹുവ തബീബുൻ, അദ്ദേഹം ഒരു പ്രസിദ്ധനായ ഡോക്ടർ. ഡോക്ടറാണ്. ഹാമിദ്. അയിന ഉമ്മുക, അയിന ഉമ്മുക. ഉമ്മിന് എത്ര അക്ഷരമുണ്ട്? ഉമ്മൻ എന്ന വാക്കിൽ എത്ര അക്ഷരമുണ്ട്? രണ്ടക്ഷരം. അല്ലല്ല, മൂന്നക്ഷരം. മൂന്നക്ഷരം. മൂന്നക്ഷരമുണ്ട്. ഒന്ന് പറഞ്ഞു കൊടുക്ക് ഫരീദ് സാഹിബ്. ഉമ്മുൻ, മാറ്റിയത്. ഉമ്മുൻ. രണ്ട് മീമ്, രണ്ട് മീമ്. മീമ് ഒരു ശബ്ദം രണ്ടക്ഷരം. റഷീദ് സാർ കേൾക്കുന്നില്ല. ഉമ്മുനാണ് ചോദ്യം. ഉമ്മുൻ. ഉമ്മുൻ 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 എന്ന് പറയുമ്പോ ഫത്ത് പ്ലസ് മറ്റേ രണ്ടക്ഷരം ഉണ്ട്. മാക്ക് രണ്ടക്ഷരം, അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് നാലക്ഷരം കിട്ടിയത്? അല്ല, കാ കൂടി ചേർത്തിട്ടാണ്. അപ്പൊ കാ കൂടി ചേർപ്പോ എങ്ങനെ നാലക്ഷരം കിട്ടി? ഉമ്മല് രണ്ടക്ഷരം ആണെങ്കിൽ അതായത് ഹംസ ഒന്ന്, അലിഫ് ഒന്ന്, രണ്ട് മീമ്, പിന്നെ കാ. അപ്പൊ ആദ്യം പറഞ്ഞപ്പോ എങ്ങനെ രണ്ടക്ഷരം എന്ന് പറഞ്ഞത്? രണ്ടക്ഷരം ഞാൻ പറഞ്ഞില്ലല്ലോ, അത് രണ്ട് മീമുണ്ടെന്നാ പറഞ്ഞു. നാലക്ഷരം കിട്ടിയത് എങ്ങനെയാണ്? രണ്ട് മീമും പിന്നെ കാഫ് ചേർത്തപ്പോ നാലാക്കി. അതെ, ഏതൊക്കെയാണ് നാലക്ഷരം? അതായത് അലിഫ്, രണ്ട് മീമ്, കാഫ്. കാഫ്. ഓക്കെ, അങ്ങനെയാണ്. ശരി. അപ്പൊ കാ പറഞ്ഞിട്ടില്ല. ഞാൻ പല പ്രാവശ്യം എടുത്തു പറഞ്ഞു ഉമ്മുൻ. ഇതാണ് ഉമ്മുൻ എന്ന വാക്കില് മൂന്നക്ഷരം. ശബ്ദം എന്നാൽ ഒരു അക്ഷരത്തിൽ ശബ്ദം എന്നാൽ അതിന്റെ അർത്ഥം രണ്ടക്ഷരമാണ്. അയിന ഉമ്മുക, ആൻഡ് വേർ ഈസ് യുവർ മദർ? അയിന ഉമ്മുക. മലയാളത്തിലാണെങ്കിൽ പിന്നെ എന്നൊക്കെ ചോദിച്ചു പറയാം. പിന്നെ ഉമ്മ എവിടെയാണ് എന്ന് ചോദിച്ചു. പിന്നെ നിന്റെ ഉമ്മ എവിടെയാണ്? അയിന ഉമ്മുക. ഹിയ അയ്മൻ ഫിൽ കുവൈത്തി മഅ അബി. മഅ അബി, ഉപ്പയോടൊപ്പം. ഹിയ അയ്മൻ, ഷീ. ഇവിടെ ഷീയാണ് യഥാർത്ഥത്തിൽ ഉമ്മയെ കുറിച്ച് പറഞ്ഞുകൊണ്ട്. ഹിയ അയ്മൻ, ഷീ ഓൾസോ, ഷീ ഈസ് ഓൾസോ ഫിൽ കുവൈറ്റ്, ഇൻ ദ കുവൈറ്റ് മഅ അബി, along with my father. ഹിയ മുദർരിസത്തുൻ ഹുനാക. ഹിയ മുദർരിസത്തുൻ ഹുനാക. അപ്പൊ എന്ത് പറയും മലയാളത്തിൽ? എന്ത് പറയും ഹിയ മുദർരിസത്തുൻ പറഞ്ഞാൽ? അവൾ അവരുടെ ടീച്ചറാണ്. ഒന്നുകൂടെ. അവൾ അവിടെ ടീച്ചറാണ്. ഹിയ മുദർരിസത്തുൻ മാത്രം. ഹിയ മുദർരിസത്തുൻ മാത്രം. അവൾ ടീച്ചറാണ്. ഇംഗ്ലീഷ് എന്ത് പറയും? ഇംഗ്ലീഷ് എന്ത് പറയും? ടീച്ചർ. അപ്പൊ എന്ത് ചെയ്തു മലയാളത്തിൽ പറഞ്ഞപ്പോ? അവൾ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അല്ലില്ലാത്തോണ്ട്. കാരണം ഓക്കെ. നമ്പറിനല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് എന്താണ്? നോട്ട് സ്പെസിഫിക്. ഷീ ഈസ് എ ടീച്ചർ. ഷീസ് എ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് സ്പെസിഫിക്. ഷീസ് എ ടീച്ചർ. ഹുവ തബീബുൻ ഷഹീർ എന്ന് പറയും ഹി ഈസ് എ ഫേമസ് ഡോക്ടർ.
അപ്പൊ നോട്ട് സ്പെസിഫിക്. അദ്ദേഹം ഒരു പ്രസിദ്ധനായ ഡോക്ടറാണ്. അപ്പൊ എന്തല്ല, നിർണിതമല്ല. അപ്പൊ നിർണിതമല്ലാത്തതിന് നമ്മൾ മീനിങ് പറയുമ്പോൾ നിർണിതമല്ലാതെ പറയാം. ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഗ്രാമറ്റിക്കലി പഠിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് കുളമായി പോകും, കൺഫ്യൂഷൻ ആയി പോകും. ഓക്കെ. ഹാമിദ് അദഹബത ഇലാൽ കുവൈത്തി യാ മുഹമ്മദ്. ഇവിടെയാണ് ദഹബത. രണ്ടാമത് വായിക്കുമ്പോൾ ഇവിടെയൊക്കെ ഹൈലൈറ്റ് ചെയ്യാം. ആ ദഹബത, ആ ആണോ ഉണ്ടോ? ദഹബത നീ പോയി. നമ്മൾ നേരത്തെ പഠിച്ചത് ദഹബ മാത്രമേ പഠിച്ചു. ഇവിടെ ദഹബത. അണ്ടർസ്റ്റാൻഡ് ഖുർആൻ പഠിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പഠിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞത് ദഹബ അവൻ പോയി, ദഹബു അവർ പോയി, ദഹബത നീ പോയി, ദഹബത്തും നിങ്ങൾ പോയി, ദഹബത്തു ഞാൻ പോയി, ദഹബിന ഞങ്ങൾ പോയി. ഇത്രയും സംഗതി ഇപ്പൊ തന്നെ ഓർപ്പിച്ചോ. പറയാത്ത പഠിക്കരുത്. ദഹബ അവൻ പോയി, ദഹബു അവർ പോയി, ദഹബത്ത നീ പോയി, ദഹബത്തും നിങ്ങൾ പോയി, ദഹബത്തു ഞാൻ പോയി, ദഹബിന ഞങ്ങൾ പോയി. ഇവിടെ പാസ്റ്റ് ടെൻസ് മാത്രമേ നമ്മൾ ചർച്ച ചെയ്തുള്ളൂ കേട്ടോ. പിന്നെ ഹിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല, അവൾ പോയ കാര്യം പറഞ്ഞിട്ടില്ല. ഓക്കെ. ആ ദഹബത്ത, അപ്പൊ ദഹബത്ത എന്ന് പറഞ്ഞാൽ നീ പോയി. ആ ദഹബത്ത നീ പോയോ? നീ പോയിട്ടുണ്ടോ? കുവൈറ്റി യാ മുഹമ്മദ്. മുഹമ്മദേ നീ കുവൈറ്റിൽ പോയിട്ടുണ്ടോ? മുഹമ്മദ് ഞാൻ ദഹബത്തു. അപ്പൊ രണ്ടെണ്ണമാണ് ഇവിടെ പഠിച്ചത് കേട്ടോ. ഇപ്പൊ നമ്മൾ രണ്ടെണ്ണത്തിന് മീനിങ് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. രണ്ടെണ്ണം ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ 6 പറഞ്ഞത്. ദഹബ അവൻ പോയി, ദഹബൂ അവർ പോയി, ദഹബത്ത നീ പോയി, ദഹബത്തും നിങ്ങൾ പോയി, ദഹബത്തു ഞാൻ പോയി, ദഹബിന ഞങ്ങൾ പോയി. ആ ഇപ്പൊ നമ്മളെ വിഷയം താ തു. താ നീ പോയി, തു ഞാൻ പോയി. ദഹബത്ത എന്തുകൊണ്ടാ അങ്ങനെ ഒരു ചോദ്യം ഇല്ല ഗ്രാമറിൽ കേട്ടാ. സംശയം ചോദിച്ചോട്ടെ. ഈ എന്ന് പറയുമ്പോ പോയിപ്പിച്ചു എന്ന് പറയണ എന്തെന്നാ പറയാ? നിങ്ങൾ ഒരുപാട് പഠിച്ചുകൊണ്ടാണല്ലോ കുഴപ്പമാണ്. അല്ല, ഇവിടെ നമ്മൾ തൽക്കാലം മനസ്സിലാക്കേണ്ടത്, അപ്പൊ നമ്മൾ ഘട്ടം ഘട്ടമായി പഠിച്ചു പോകണം. ഘട്ടം ഘട്ടമായി ഗ്രാജുവൽ ലേണിംഗ് ഇല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ ലേണിംഗ് കൊളാപ്സ് ആയി പോകും. ഗ്രാജുവൽ ലേണിംഗ് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്. വേറൊരാൾ എന്തോ പറഞ്ഞല്ലോ, അപ്പൊ സ്ത്രീലിംഗവുമായി ബന്ധപ്പെട്ടതാണ് ഞാൻ പറഞ്ഞത്, അത് പഠിക്കണം. കാരണം എന്താ, നമ്മൾ ഗ്രാജുവലി പോയില്ലെങ്കിൽ കൊളാപ്സ് ആയി പോകും. അപ്പൊ ഇവിടെ ദഹബ എന്ന ലിറ്ററൽ 3 അക്ഷരമുള്ള വെർബാണ് നമ്മൾ കഴിഞ്ഞ ലെസണിൽ 1-2 ലെസണിൽ പഠിച്ചത്. 2 ലെസണിൽ 2 വെർബേ പഠിച്ചുള്ളൂ. അതാണ് ഗ്രാജുവൽ ലേണിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഹറജയും ദഹബയും മാത്രമേ പഠിച്ചുള്ളൂ. ഹറജ, ദഹബ, പിന്നെ 1-2 വാക്കുകൾ നമ്മൾ വെർബാണ് പഠിച്ചത്. ജലസ അതുപോലുള്ള വാക്കാണ് പഠിച്ചത്. അപ്പൊ അതെന്താണ്? അതിന് ജലസ എന്ന് പറയുന്ന 3 അക്ഷരം മാത്രമുള്ള ക്രിയ, അല്ലെങ്കിൽ ദഹബയിൽ 3 അക്ഷരം മാത്രമുള്ള രൂപമാണ് ഇതുവരെ പഠിച്ചത്. ഇന്ന് പഠിക്കുന്നത് 1 അക്ഷരം തായ്ക്ക് നീ എന്നുള്ളതിന് തായും ഞാൻ എന്നുള്ളതിന് തൂവും ചേർക്കുന്നതാണ്. അപ്പൊ ദഹബത്ത എന്ന അക്ഷര രൂപമാണ് നമ്മളിപ്പോ പഠിക്കുന്നത്. അതിന്റെ കൂടെ നമ്മള് ചോദ്യത്തിന്റെ അക്ഷരമായ ആയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് ഗ്രാജുവലി പഠിക്കുന്ന, ഇത് ഇങ്ങനെ തന്നെ പഠിക്കുക. പിന്നീട് അവിടെ വരുമ്പോ നമ്മള് അത് കുറേ കഴിയും. അത് കുറെ വരും. അവിടെ വരെ എത്തുന്ന ഇത്തിരി പാടുണ്ട്. നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പ്രോപ്പറായിട്ട് പോയിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇടയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യും? കൂടുതൽ പഠിക്കും. ഇടയ്ക്ക് ചില ആളുകൾ വിട്ടുകളയും. അത് അങ്ങനത്തെ ഒരു വാക്ക് റീസെന്റ് ഇപ്പൊ ഇത് പഠിച്ചു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദ്യം വായിച്ച വാക്ക് ഇപ്പൊ ഞാൻ മറന്നു. അതായത് ഷീ മെയ്ഡ് ഗോ എന്ന് പറഞ്ഞ പോലെ പ്രവേശിപ്പിച്ചു എന്നാ എന്തൊരു വാക്ക് ഞാൻ പഠിച്ചു, അതുകൊണ്ട് ചോദിച്ചു. ആ സെന്റൻസ് നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയാൽ മതി. ഇപ്പൊ നമ്മൾ പറഞ്ഞ എല്ലാവർക്കും കൺഫ്യൂഷൻ. അല്ല, അത് ശരിയാണ്, അത് പറഞ്ഞത് ശരി. ചോദ്യം അപ്പൊ ഇത് നിങ്ങൾ ഇങ്ങനെ പഠിക്കുക. ദഹബ എന്ന രൂപം, അതിന്റെ കൂടെ താ വരുമ്പോൾ ദഹബ് ത എന്നാണ് സുക്കൂൻ കൊടുത്തിട്ടാണ് പറയുക. ഓക്കെ. അടയാളമുള്ള ഒരക്ഷരം അതിനോട് ചേർക്കുമ്പോൾ അന്ത്യത്തെ അവസാനത്തെ അക്ഷരത്തിന്റെ സുക്കൂനാക്കും. അപ്പൊ നമ്മൾ ചേർക്കുന്ന ത, നീ പോയി. ദഹബത്ത നീ എന്നുള്ളതിന് ത ചേർക്കുന്നു, ഞാൻ എന്നുള്ളതിന് തൂ ചേർക്കുന്നു. ഇത് രണ്ടും എന്താണ്? ലമ്മ് ഉള്ളതാണ്. അപ്പൊ അടയാളമുള്ള ഒരക്ഷരം ചേർത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആര് എന്നതിനെ സൂചിപ്പിക്കുന്നത്. ദഹബത്ത നീ പോയി.
അപ്പം അതിനെന്താണ് അടയാളമുള്ള അക്ഷരമാണ് ചേർക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അതിന്റെ 3 അക്ഷരത്തിലെ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂനാക്കണം. ദഹബത്ത നീ പോയി, ദഹബത്തു ഞാൻ പോയി. ഓക്കെ, സഹോദരി നേരത്തെ ചോദിച്ചില്ലേ ദഹബി പറയാത്ത എന്താണെന്ന്. അപ്പൊ നമ്മൾ അതിലേക്ക് വരാം. അല്ലെങ്കിൽ വരുന്നതിന് മുമ്പ് നമ്മൾ എല്ലാം നമ്മൾ എന്ത് ചെയ്യരുത്, അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യരുത്. എക്സ്പ്ലെയിൻ ചെയ്താൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ പഠിക്കുന്നത് ഇപ്പൊ ഇതാണ് പഠിക്കുന്നത്, തത്തമ്മയെ പൂച്ച പൂച്ച. ഓക്കെ, പൂച്ച പൂച്ച. ഓക്കെ ഓക്കെ, നമ്മൾ ഒന്നാമത്തെ സെമ്മിന്റെ 10ാമത്തെ പാഠത്തില, 1ാം ഘട്ടത്തിലെ 10ാമത്തെ പാഠത്തിൽ എത്തിയിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് കുറേ ദൂരം പോകാനുണ്ട്. അപ്പൊ ഗ്രാജുവലി പഠിച്ചാൽ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അതേപോലെ ചൊല്ലി പഠിക്കുക. യൂസ് ഇറ്റ് ആസ് എ ചൈൽഡ് എന്നാണ് നമ്മളിപ്പം എനി ലാംഗ്വേജ് ക്യാൻ ബി ലേൺഡ് വിതിൻ 6 months എന്ന് പറഞ്ഞ വീഡിയോ ആണ്. ഞാൻ ഇട്ടില്ല. അതിൽ പറയുന്നത് യൂസ് ഇറ്റ് ആസ് എ ചൈൽഡ്. യൂസ് ഇറ്റ് ആസ് എ ചൈൽഡ്. ഒരു കുട്ടി പറയുന്ന പോലെ അന്ധമായി അനുകരിക്കുക. അപ്പൊ കുട്ടിയുടെ പോയോ പോയി, പഠിച്ചോ പഠിച്ചു. അപ്പോ അതേപോലെ പിന്നെ കുടിച്ചോ കുടിച്ചു, കുടിച്ചില്ല കുടിച്ചില്ല. അപ്പോ കുട്ടി ഉപയോഗിക്കുന്ന പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്. അതേപോലെ പോയോ പോയി, പോയില്ല. പിന്നെ അതിനെ ഫ്യൂച്ചർ എങ്ങനെ കുട്ടി പറയും? പോയി പോയില്ല. കുട്ടി അതിന്റെ പോയി പോയില്ല എന്നുള്ളതിന്റെ ഫ്യൂച്ചർ എന്ത് പറയും? ഈ വിൽ ഗോ എന്നുള്ളതിന് കുട്ടി എന്ത് പറയും മലയാളത്തിൽ? കും. കാ എവിടെ നിന്ന് കിട്ടി കുട്ടിക്ക്? കാ എവിടെ നിന്ന് വരും? ശരിയാണ്. വാ എവിടെ നിന്ന് വന്നു? വാ സ്പോക്കണിലാണ്. ശരി, വായാണെങ്കിലും കായാണെങ്കിലും എവിടെ നിന്ന് വന്നു കുട്ടി അറിയുന്നില്ല. അതാണ് പറയുന്നത് യൂസ് ഇറ്റ് ആസ് എ ചൈൽഡ്. നമ്മൾ മലയാളമാണ് പാടെന്ന് മനസ്സിലായില്ലേ? മലയാള പാട്, ഇംഗ്ലീഷിനേക്കാൾ പാട് മലയാളമാണ് പാട്, അറബി പാടില്ല. ഓക്കെ, അപ്പൊ അതേപോലെ പഠിക്കുക. മറ്റേ നമ്മൾ യാ ചേർത്ത് എവിടെയാണെന്ന് ചോദിച്ചാൽ കിതാബുഹു അവന്റെ പുസ്തകം, കിതാബുഹും അവരുടെ പുസ്തകം. അവിടെ നിന്നാണ് നൗണാണ്, വെർബല്ല. ഒരു നാമത്തിന്റെ പൊസസീവ്നെസ് പറയുകയാണ്, ഉടമസ്ഥത പറയുകയാണ്. കിതാബുഹു അവന്റെ പുസ്തകം, കിതാബുഹും അവന്റെ പുസ്തകം, കിതാബുക നിന്റെ പുസ്തകം, കിതാബുക്കും നിങ്ങളുടെ പുസ്തകം, കിതാബി എന്റെ പുസ്തകം. ഞാൻ പോയി എന്നല്ല പറയുന്നത്, എന്റെ പുസ്തകം. അവിടെ എന്താണ് ഉടമസ്ഥത അല്ലെങ്കിൽ പൊസസീവ്നെസ് പറയുന്നതിനാണ് അവിടെ യാ ചേർക്കുന്നത്. കിതാബുഹ അവളുടെ പുസ്തകം. ഓക്കെ, അപ്പോ അദ്ഹബത ഇലൽ കുവൈത്തി യാ മുഹമ്മദ്, മുഹമ്മദ് നീ പോയോ? നഅം, പോയിട്ടുണ്ടോ? നഅം ദഹബതു, അതെ ഞാൻ പോയി. പോയി അല്ലെങ്കിൽ പോയിട്ടുണ്ട്. വസമീലുക അയ്ന അബൂഹു, വസമീലുക ആൻഡ് യുവർ കൊളീഗ് ഓർ ക്ലാസ്മേറ്റ്. ജമീലുൻ ക്ലാസ്മേറ്റ്, അതിന്റെ ബഹുവചനമാണ് സുമലാഉ. സുമലാഉ, സുമലാഉ, ഫുഖറാഉ പോലെ സുമലാഉ. വസമീലുക അയ്ന അബൂഹു, അപ്പൊ അവിടെ കോമേറ്റ് പറയാം. അപ്പൊ സംസാരത്തിൽ ഇങ്ങനെ വരികയാണ്. വസമീലുക ആൻഡ് യുവർ കൊളീഗ് ഓർ ക്ലാസ്മേറ്റ് അയ്ന അബൂഹു, വേർ ഇസ് ഹിസ് ഫാദർ? അയ്ന അബൂഹു? അബൂഹു ഫിൽ യാബാനി, ഫിൽ യാബാനി. അപ്പോ അല്ലുള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലായി കസർ കൊടുക്കാം. ഫിൽ യാബാനി, അബൂഹു ഫിൽ യാബാനി, ഹിസ് ഫാദർ ഈസ് ഇൻ ദ ജപ്പാൻ. ഹുവ താജിറുൻ കബീറുൻ, എന്ത് പറയും? ഹുവ താജിറുൻ കബീർ. മലയാളത്തിൽ എന്ത് പറയും? അത് വലിയ കച്ചവടക്കാരനാണ്. ഒന്നൂടെ അവൻ ഒരു ചേർക്കണം. കാരണം എന്താണ്? അല്ലില്ലാത്ത സ്പെസിഫിക് അല്ലാത്ത ഒരു നാമമാണ്. അപ്പോ ഒരു ചേർത്തിട്ടാ പറയാ. ഹുവ താജിറുൻ കബീറുൻ, ഈസ് എ ട്രേഡർ, ഈസ് എ ബിഗ് ട്രേഡർ ഓർ ബിസിനസ്മാൻ. കച്ചവടക്കാരനാണ്. താജിറുൻ കബീർ, വ്യാപാരി. വ്യാപാരി. ഇംഗ്ലീഷിൽ എന്ത് പറയും?
മെർച്ചന്റ് merchant. Yes. Merchant. He's a big merchant. അലക്ക അഹുൻ യാ മുഹമ്മദ്. അപ്പൊ അബിന്റെ പ്രയോഗം നമ്മൾ പഠിച്ചു. അത് വായർത്തില പറയാ. അടുത്ത വാക്ക് അഹുൻ. അലക്ക അഹുൻ യാ മുഹമ്മദ്. Do you have a brother? അലക്ക നിനക്ക്. അലക്ക അഹുൻ യാ മുഹമ്മദ്. നിനക്കുണ്ടോന്നല്ലേ? നിനക്ക് വല്ല അഹുൻ. Do you have any brother? കേട്ടാ, അലക്ക അഹുൻ യാ മുഹമ്മദ്. അപ്പൊ എനി ബ്രദർ എന്ന അർത്ഥത്തിലാണ് വരിക. നിനക്കൊരു സഹോദരനുണ്ടോ നമ്മൾ ചോദിക്കൂലല്ലോ. നിനക്ക് വല്ല സഹോദരന്മാരുണ്ടോ എന്ന് ചോദിച്ചു. അലക്ക അഹുൻ യാ മുഹമ്മദ്. നഅം ലീ അഹുൻ വാഹിദുൻ. ലീ അഹുൻ വാഹിദുൻ, എനിക്ക് ഒരു സഹോദരനുണ്ട്. ലീ അഹുൻ വാഹിദുൻ, എനിക്ക് ഒരു സഹോദരനുണ്ട്. അഹുൻ വാഹിദ്. ഇസ്മുഹു ഉസാമത്തു. അവിടെ ഈര് തുടങ്ങുന്നത് കൊണ്ട് ഇസ്മുഹു ഉസാമത്തു. കാരണം അവിടെ എന്താ ബ്രേക്ക് ചെയ്തു. ലീ അഹുൻ വാഹിദുൻ, അവിടെ കോമയിട്ട് ബ്രേക്ക് ചെയ്തു. പിന്നെ ബാക്കി പറയാണ് ഇസ്മുഹു ഉസാമത്തു. ഹിസ് നെയിം ഈസ് ഉസാമ. അപ്പൊ ഹംസത്തു ഉസാമത്തു നമ്മൾ നേരത്തെ പഠിച്ചതാണ് കേട്ടോ. ഹംസത്തിനും ഉസാമത്തിനും തൻവീനില്ല. എന്തുകൊണ്ടാ? ഒരാളുടെ പേരിന്റെ അവസാനം തൻവീൻ വരില്ലേ? ആളുടെ പേരിന്റെ അവസാനം അപ്പൊ മുഹമ്മദുൻ ഹാമിദുൻ വന്നതുകൊണ്ടല്ലേ? എന്ത് എവിടെയാണ് യാ വന്നത്? തന്നെ ഇരിക്കുകയാണോ? നമ്മൾ ഉസാമത്തിലെത്തി. ഇസ്മുഹു എന്ന് വന്നോണ്ട് ഒരു നമ്മ എടുക്കാവോ? ഇമ്പോസിഷൻ എഴുതിപ്പിക്കണം. ഒരു പാഠത്തിൽ നമ്മള് പെണ്ണുങ്ങളെ പേരും ആണുങ്ങളെ പേരും ഒക്കെ പഠിപ്പിച്ചില്ലേ? സ്ത്രീലിംഗം. അതെ, പെണ്ണുങ്ങളെ പേരും ആണുങ്ങളുടെ പേരും ഒക്കെ പഠിപ്പിച്ചു. പേജ് 23. മുഹമ്മദുൻ ഖാലിദുൻ ഹാമിദുൻ യാസിറുൻ അമ്മാറുൻ സഈദുൻ അലിയുൻ അബ്ബാസുൻ എന്ന് പറഞ്ഞു. അവിടെ ആമിനത്തു സൈനബു ഫാത്തിമത്തു മറിയമു ആയിഷത്തു ഖദീജത്തു സഫിയ്യത്തു റുഖിയ്യത്തു എന്നൊക്കെ പറഞ്ഞു. അതിന്റെ അടുത്ത പാഠത്തിൽ എവിടെയെങ്കിലും പിന്നെ സ്ത്രീകളുടെ പുരുഷന്മാരുടെ പേര് വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പഠിക്കുക. ആ പേജില് പേജ് 23 പറയുന്നത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഓക്കെ, ഇടയ്ക്ക് കട്ടായി പോയതാ. നെറ്റ് ചതിച്ചതാണ്. നെറ്റിന് അങ്ങനെ കുഴപ്പമുണ്ട്. ഓക്കെ, എല്ലാവരും കേൾക്കുന്നില്ലേ? കേൾക്കാം. അപ്പൊ 23-ാമത്തെ പേജില് നമ്മൾ നെറ്റ് കട്ടായി പോയതുകൊണ്ട് പെട്ടെന്ന് വരികയും ചെയ്തു. നെറ്റിന്റെ എന്തോ പ്രോബ്ലമാണ്. അപ്പൊ അവിടെ 23-ാമത്തെ പേജില് ആമിനത്തു സൈനബു ഫാത്തിമത്തു മറിയമു ആയിഷത്തു ഖദീജത്തു സഫിയ്യത്തു റുഖിയ്യത്തു എന്നൊക്കെ പറഞ്ഞു. അവിടെ നമ്മൾ പറഞ്ഞെന്താ? താഴെയുള്ള പെൺകുട്ടികളുടെ പേരിന് എല്ലാത്തിനും ഒരു ലമ്മ ഉള്ളെന്ന് പറഞ്ഞു. പെൺകുട്ടികളുടെ പേരിന് എല്ലാത്തിനും ഒരു ലമ്മേ ഉള്ളെന്ന് പറഞ്ഞു. ആമിനത്തു സൈനബു, അപ്പൊ അവിടെ സൈനബില് താ ഇല്ലാത്ത പേരാണ്, പക്ഷെ ഒരു ലമ്മയുള്ളൂ. ഫാത്തിമത്തു മറിയമില് താ ഇല്ലാത്തതാണ്, ഒരു ലമ്മയുള്ളൂ. ആയിഷത്തു ഖദീജത്തു സഫിയ്യത്തു റുഖിയ്യത്തു. അപ്പോ പെൺകുട്ടികളുടെ പേര് താ ഉള്ളതായിരുന്നാലും താ ഇല്ലാത്തതായിരുന്നാലും ഒരു ലമ്മയുള്ളൂ. ആണുങ്ങളുടെ പേരിലോ? ആണുങ്ങളുടെ പേരില് താ ഉള്ള പേരാണെങ്കിൽ അതിൽ ഒരു ലമ്മയുള്ളൂ. ട്വിൻ വരൂല, തെന്മീൻ വരില്ല. അതേപോലെ അതിന് കെസറും വരില്ല. തെന്മീൻ വരാത്ത നാമങ്ങൾക്ക് കെസറും വരികയില്ല. ഓക്കെ, അതിൽപ്പെട്ടതാണ് ഉസാമത്തും പിന്നെന്ത് ഇപ്പൊ പറഞ്ഞത്? ഉസാമത്തും ഹംസത്തും കേട്ടാ. അപ്പൊ ഇസ്മുഹു ഉസാമത്തു. അപ്പൊ അത് ശ്രദ്ധിച്ചു നോക്കിയ ഉസാമയും ഹംസയും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പൊ താ ഉള്ള നാമങ്ങളെല്ലാം എന്താണ്? പുരുഷന്റേതാണെങ്കിലും സ്ത്രീയുടെ ആണെങ്കിലും പുരുഷന്റെ ആണെങ്കിലും അത് തെന്മീൻ വരികയില്ല, കെസ്റും വരികയില്ല. ഒരു നമ്മേ ഉണ്ടാവുള്ളൂ.
അപ്പൊ ഇസ്മുഹു ഉസാമത്തു, അദ്ദേഹത്തിന്റെ പേര് ഉസാമ എന്നാണ്. വഹുവ മഈ, മഈ കേട്ടോ, മഅ നമ്മൾ പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം. മഅഹു അവനോടൊപ്പം, മഅഹും അവരോടൊപ്പം, മഅക നിന്നോടൊപ്പം, മഅകും നിങ്ങളോടൊപ്പം, നിങ്ങളോടൊപ്പം, മഈ എന്നോടൊപ്പം, എന്നോടൊപ്പം, മഅന മഅന ഞങ്ങളോടൊപ്പം, മഅന. മഅഹ അവരോടൊപ്പം. ഓക്കെ, മഅഹു അവനോടൊപ്പം, മഅഹും അവരോടൊപ്പം, മഅക നിന്നോടൊപ്പം, മഅകും നിങ്ങളോടൊപ്പം, മഈ എന്നോടൊപ്പം, മഅന ഞങ്ങളോടൊപ്പം, മഅഹ അവരോടൊപ്പം. ഇത് അണ്ടർസ്റ്റാൻഡ് ഖുർആനിന്റെ മൂന്നാമത്തെ നാലാമത്തെ പാഠത്തിൽ പഠിക്കുമ്പോൾ നിങ്ങൾ ഇത്രയും ഇമ്പോർട്ടൻസ് ആയിട്ട് കണക്കാക്കിയിട്ടുണ്ടാവില്ല. ഉണ്ട്. ഇവിടെ അറിയാം. 10ാമത്തെ പാഠത്തിലാണ് ഇത് പഠിപ്പിക്കുന്നത്. ഈ അത് അർത്ഥം എന്നുള്ളത് മഅന, മഅന എന്ന് പറയുമ്പോ യാ ഉണ്ടാവൂല, മഅനാന്ന് അത് വേറെ വേറെ എനിക്കുണ്ടാവൂലേ? വേറെ കേട്ടോ, ആ വാക്ക് വേറെ. മഅനയാണ്, ഐന് അയിന് സുക്കൂൻ. സുക്കൂനാണ്. ഐനിന് സുക്കൂന്, നൂനിന് ഫത്തഹ്, പിന്നെ ഹദായുടെ യായാണ്. ഇവിടെ എന്താ? മഅന, നൂനിന് ഫത്തഹ് അലിഫാണ്, മഅന ഞങ്ങളോടൊപ്പം. ഐനിന് ഫത്തഹ്, നൂനിന് ഫത്തഹ്, പിന്നെ അലിഫ്, മഅന. ഓക്കെ ഓക്കെ, മഈ എന്നോടൊപ്പം. വഹുവ മഈ ഹുന, അവൻ എന്നോടൊപ്പം ഇവിടെയുണ്ട്. ആരാണ്? അഹുൻ. ലീ അഹുൻ വാഹിദ്, എനിക്ക് ഒരു സഹോദരനുണ്ട്. ഇസ്മുഹു ഉസാമത്തു, അദ്ദേഹത്തിന്റെ പേര് ഉസാമ എന്നാണ്. വഹുവ ആൻഡ് ഹി, മലയാളത്തിൽ എങ്ങനെ പറയുന്നത് എനിക്കറിയില്ല, ഇംഗ്ലീഷ് വരുമ്പോൾ ആൻഡ് ഉപയോഗിച്ച് പറയാം. വഹുവ മഈ, ആൻഡ് ഹി ഈസ് വിത്ത് മീ, മഈ ഹുന ഹിയർ, ഫിൽ മദീനത്തിൽ മുനവ്വറത്തി, ഇൻ ദ എൻലൈറ്റൻഡ് സിറ്റി. നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ മദീന മുനവ്വറ എന്നാണ് പറയാ കേട്ടോ. ഞാൻ അതിന്റെ മീനിങ് നമ്മൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. മദീന മുനവ്വറ എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഓഫ് ദ ഖുർആൻ റെവലേഷൻ. ഖുർആൻ അവതരിച്ചു കൊണ്ടിരുന്നത് കൊണ്ട് ആ പട്ടണം എന്തായി? പ്രകാശപൂരിതമായ പട്ടണമായി മാറി. അങ്ങനെയാണ് അതിന് ആ പേര് വന്നത്. ആദ്യം മദീനത്ത് നബവി എന്നാണ് പേര് വിളിച്ചത്, റസൂൽ നബിയുടെ പട്ടണം എന്ന്. വലി ഉഖ്തുൻ വാഹിദത്തുൻ, അപ്പൊ അത് ശ്രദ്ധിക്കുക. ലീ അഹുൻ വാഹിദുൻ, അഹ് പുല്ലിംഗമായതുകൊണ്ട് വാഹിദുൻ എന്ന് പറഞ്ഞു. ലീ അഹുൻ വാഹിദുൻ. വലി ഉഖ്തുൻ വാഹിദത്തുൻ, എനിക്ക് ഒരു സഹോദരിയുണ്ട്. അപ്പൊ ഉഖ്ത് സഹോദരി, പെണ്ണായതുകൊണ്ട് സഹോദരി ആയതുകൊണ്ട് എന്ന് പറഞ്ഞു വാഹിദത്തുൻ എന്ന് പറഞ്ഞു. ഇസ്മുഹാ സൈനബു, നേരത്തെ ഇസ്മുഹു ഉസാമത്തു എന്ന് പറഞ്ഞു. ഇവിടെ അഹായപ്പോൾ ഇസ്മുഹു എന്ന് പറഞ്ഞു, ഉഖ്തായപ്പോൾ ഇസ്മുഹാ എന്ന് പറഞ്ഞു. ഇസ്മുഹാ സൈനബു ആൻഡ് ഹർ നെയിം ഈസ് സൈനബു. രണ്ടിന് ഒരു നമ്മേ ഉള്ളൂ. ഇവിടെ ഉസാമത്തിന് താ വന്നുകൊണ്ട് ഒരു നമ്മേ ഉള്ളൂ. സൈനബ് സ്ത്രീയുടെ പേരായതുകൊണ്ട് ഒരു നമ്മേ ഉള്ളൂ. വഹിയ ഫിൽ ഇറാഖി മഅ സൗജിഹാ, ഫിൽ ഇറാഖി, വഹിയ ഫിൽ ഇറാഖി, ഹി ഈസ് ഇൻ ഇറാഖ്. വഹിയ ഫിൽ ഇറാഖ്, അവൾ ഇറാഖിലാണ്. മഅ സൗജിഹാ, സൗജ് സ്പോസ്, ഭർത്താവ്, ഭർത്താവിന്റെ കൂടെ, അവളുടെ ഭർത്താവിന്റെ കൂടെയാണ്. നമ്മൾ മലയാളത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഭർത്താവിന്റെ കൂടെയാണ്. മഅ സൗജിഹ. അപ്പൊ മഅ വന്നപ്പോൾ മഅയുടെ ശേഷം ഉള്ളതിന് കസ് കൊടുക്കണം. മഅ സൗജി, മഅ സൗജി ഹ, മഅയ്ക്ക് ശേഷം ഉള്ളതിന് കസ് കൊടുക്കണം. അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ നമ്മൾ പഠിച്ചു ലീ മിൻ അൻ മഅ, മഅ അതിന് ശേഷം വന്നതിന് കസ് കൊടുക്കണം. സൗജുഹ മുഹന്ദിസുൻ and his spouse is മുഹന്ദിസുൻ. എന്താ അർത്ഥം പറയും? എഞ്ചിനീയർ. an engineer. സൗജുഹ മുഹന്ദിസുൻ. അവിടെ എന്തല്ല അല്ലില്ലാത്തതുകൊണ്ട് ആൻഡ് പറയുക. അപ്പൊ അവളുടെ ഭർത്താവ് ഒരു എഞ്ചിനീയറാണ്. ഓക്കെ, ഇതാണ്. ഇനി രണ്ടുപേരും കൂടെ ഉണ്ട്. ഹാമിദ്, ഇന്ദക സയ്യാറത്തുൻ. യാ അഖി. അപ്പൊ ഇന്ദ എന്ന വാക്ക് അത് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ കൂടെ ക വന്നു. അപ്പൊ ഇന്ദഹു അവന്റെ പക്കൽ, ഇന്ദഹും അവരുടെ പക്കൽ, ഇന്ദക്ക നിന്റെ പക്കൽ, നിന്റെ അടുക്കൽ അല്ലെങ്കിൽ പക്കൽ, ഇന്ദക്കും നിങ്ങളുടെ പക്കൽ, ഇന്ദി എന്റെ പക്കൽ, ഇന്ദന നിങ്ങളുടെ പക്കൽ, ഇന്ദഹ അവരുടെ പക്കൽ. ഇന്ദക്ക സയ്യാറത്തുൻ യാ അഖി, ഡു യു ഹാവ് എ കാർ? സയ്യാറത്തുൻ എ കാർ. അപ്പൊ അല്ലില്ലാത്തതുകൊണ്ടാണ് ഈ ചേർത്ത് പറയേണ്ടി വരുന്നത്. വി ഹാവ് എ കാർ, നിങ്ങൾക്കൊരു കാർ ഉണ്ടോ? മുഹമ്മദ് ലാ
മാ ഇന്ദി സയ്യാറത്തുൻ. നോ, ഐ ഡോണ്ട് ഹാവ് കാർ. അപ്പോ എന്റെ അടുക്കൽ ഇല്ല എന്ന് പറയണമെങ്കിൽ മാ ഇന്ദി, എന്റെ അടുക്കലില്ല. അപ്പൊ ആ ഇന്തൊക്കെ എന്റെ അടുക്കലുണ്ടോ? നഅം ഇന്ദി, അതെ എന്റെ അടുക്കലുണ്ട്. ഇല്ലെങ്കിൽ ലാ മാ ഇന്ദി, എന്റെ അടുക്കലില്ല. മാ ഇന്ദി സയ്യാറത്തുൻ, എന്റെ അടുക്കൽ കാറില്ല. ഇന്ദി ദറാജത്തുൻ, എന്റെ അടുക്കൽ ദറാജത്തുണ്ട്. ഒരു സൈക്കിൾ. ഐ ഹാവ് എ സൈക്കിൾ. ഐ ഹാവ് എ സൈക്കിൾ, എന്റെ അടുക്കൽ ഒരു സൈക്കിൾ ഉണ്ട്. ഹംസത്തു ഇൻദഹു സയ്യാറത്തു. ഹംസ, അദ്ദേഹത്തിന്റെ അടുക്കൽ സയ്യാറയുണ്ട്. അവന്റെ അടുക്കൽ സയ്യാറ ഉണ്ട്. ഇതാണ് പാഠം. ഓക്കെ, ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എനി ഡൗട്ട്? ഉസ്താദ് 2-3 സംശയം. മറ്റേ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. തജീവിദുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ആദ്യം പുറമേണ്ട് ഉസ്താദ്. അല്ല, തജീവിദ് പിന്നെ പറയാം. അത് ആദ്യം ഈ ഭാഷയുമായി അലക്കയും ഇന്തൊക്കെയും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറഞ്ഞു തരുക. അലക്കയും ഇന്തൊക്കെ. അലക്കയല്ല കേട്ടോ, അലക്ക. ലക്ക എന്താണ്? ക്വസ്റ്റ്യന്റെ ഹംസാണ്. ലക്കയാണ് ലക്ക. ലക്ക എന്താണ്? പൊസസീവിനെ സൂചിപ്പിക്കുന്നതാണ്. ല, അൽഹംദുലില്ലാഹി. ആ ലീ ആണ് എന്തായത്? ലഹു ലഹും ലക്ക ലക്കും ലീ ലന ലഹ ആയി മാറുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ലീ എന്നതിന് കസറുള്ളതാണ്. അതിനോടൊപ്പം പ്രോനൗൺ അറ്റാച്ച് ചെയ്താൽ അത് ലീ ലായായി മാറും. ഓക്കെ, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനല്ല ഉത്തരം പറയുന്നത്, വേറെ രീതിയിലാണ് ഉത്തരം. ചോദിച്ചത് ലക്കയും പിന്നെ ഇന്തൊക്കെയും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചത്. പക്ഷെ ഞാൻ നിങ്ങൾ അലക്ക വന്നുകൊണ്ട് അലക്കയെന്ന് ഒരുമിച്ച് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. അത് പ്രത്യേകം മനസ്സിലാക്കുക. അതിങ്ങനെ ലക്ക എന്നുള്ളത് സംഭവമാണ്. ലീ എന്നുള്ള ഒരക്ഷരമാണ്. അതിന്റെ കൂടെ ക വന്നപ്പോഴാണ് ലക്ക. ലഹു ലഹും ലക്ക ലക്കും ലീ ലന ലഹ. ഓക്കെ, പിന്നെ ആണോ ഉണ്ടോ? അപ്പൊ ആ ലക്ക അഹുൻ, ഇവിടെ രണ്ടും ഏകദേശം ഒരുപോലെയാണ്. അതേസമയം ചിലപ്പം വ്യത്യാസം ഉണ്ടാവും. ഇവിടെ എന്താണ്? എന്തൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ. ആ ലക്ക അഹുൻ, പിന്നെ എന്താ ചോദിച്ചത്? എന്തൊക്കെ സയ്യാറത്തുൻ. അപ്പൊ ലക്ക പറയുമ്പോഴത് എന്താണ്? റിലേഷനെ സൂചിപ്പിക്കുന്നതാണ് ലക്ക. അത് ഈ പാഠത്തിൽ പിന്നീട് നമുക്ക് വരും. എന്തിനാണ് ലക്ക ഉപയോഗിക്കുന്നതെന്നും എന്തിനാണ് മ ഉപയോഗിക്കുന്നതെന്നും. അല്ലെ മ. ഓക്കെ, അപ്പൊ സയ്യാറയും സയ്യാറയും തമ്മിൽ എന്തില്ല? റിലേഷൻ ഇല്ല. സയ്യാറയും ആളും തമ്മിൽ എന്തില്ല? റിലേഷൻ ഇല്ല. റിലേഷൻ ഉള്ളിടത്താണ് ലീ ആണ് ഉപയോഗിക്കുക. റിലേഷൻ ഇല്ലാത്തതിന്റെ അടുക്ക മായായിരിക്കും, ഇന്ദയായിരിക്കും. മഴി എന്ന് പറഞ്ഞ ഇന്ദയും ഉപയോഗിച്ചിട്ടുണ്ടല്ലോ ഇവിടെ. ഞാൻ ലീ അഹുൻ വാഹിദൻ ഇസ്മുഹു ഉസാമത്തു വഹുവ മഈ ഹുന. അതാ മഴി അല്ല ഇവിടെ. അൽ മുനവ്വറ ലീ ഉഖ്തുൻ വാഹിദത്തുൻ ഇസ്മുഹാ സൈനബു വഹിയ ഫിൽ ഇറാഖി മഅ സൗജിഹാ. ഇന്തൊക്കെ ചെയ്യാറുണ്ട്. ഇവിടെ എന്താണ് ചോദിച്ചത്? അതാണ് ശരിക്കും ചോദ്യം വരേണ്ടത്. ലീ അഹുൻ, അപ്പോ ഐ ഹാവ് എ ബ്രദർ. ഡു യു ഹാവ് എ കാർ? ഇന്തൊക്കെ ചെയ്യാറത്തും ഡു യു ഹാവ് എ കാർ. അപ്പൊ എന്താ? ഡു യു ഹാവ് എ ബ്രദർ. അവിടെ എന്താ ചോദിച്ചത്? ഇന്തൊക്കെ അഹുൻ എന്ന് ചോദിക്കില്ല. അവിടെ എന്താണ്? റിലേഷൻ ആണ്. റിലേഷൻ ആയതുകൊണ്ട് ലീ ഉപയോഗിച്ചിട്ടാണ് പറയുക. ലക്ക അഹുൻ. ഇവിടെ എന്താണ്? ഇവിടെ വേറെ വസ്തു സംഗതിയാണ്. റിലേഷൻ അല്ലാത്ത സംഭവം. റിലേഷൻഷിപ്പ് ആണെങ്കിൽ ലീ ചേർത്തിനാണ് പറയുക. അലക്ക അഹുൻ, അലക്ക ഉഖ്തുൻ. അതേസമയം ഇവിടെ ഇന്ദക സിയാറത്തുൻ. ഓക്കെ, വേറെ എന്തെങ്കിലും ഭാഷാപരമായിട്ട് ഡൗട്ട് ഉണ്ടോ? റഷീദ് സാഹിബിന് തജ്വീദിനെ കുറിച്ച് പറയാൻ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ. പ്ലീസ്.
അതായത് തജ്വീദിന്റെ അല്ലല്ല, ബാലപാഠങ്ങൾ തജ്വീദുമായി എനിക്കറിയാം. ബന്ധപ്പെട്ടിട്ടല്ല. തജ്വീദുമായി ബന്ധപ്പെടാത്ത ചോദ്യം ഉണ്ടോ? അതുണ്ട്. അത് ചോദിക്കും. അതായത് ഞാൻ അതൊന്ന് കണക്ട് ചെയ്ത് പറയാൻ വേണ്ടിട്ട് എന്റെ ഒരു ദുബൈയിലത്തെ ഒരു അനുഭവം കൂടി ഒന്ന് എല്ലാരും അതല്ല, അറിഞ്ഞിരിക്കണം തജ്വീദ് എന്നല്ല. അല്ലാത്ത വിഷയം പറയാം ആദ്യം. അതായത് ഇപ്പൊ തജ്വീദ് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട്. അല്ലാത്തതുണ്ട്. അതായത് ഖുർആന്റെ അര പേജ് നോക്കണം എന്ന് ഉസ്താദ് പറഞ്ഞല്ലോ. അത് വെയിറ്റ്. വേറെ ആർക്കാ ഡൗട്ട് ഉള്ളത്? അല്ലഹാക്കത്ത് ഏതാണ്? അല്ലഹാത്ത അൽ യബാനിയ അതെന്താ? അല്ലഹാത്ത അവിടെ എന്താ നിങ്ങൾ വായിച്ചത്? പിന്നെ ശ്രദ്ധിച്ചില്ലാന്ന് തോന്നുന്നു. അല്ലഹാത്ത അൽ യബാനിയ. അതിന്റെ മുമ്പത്തെ വരി വായിച്ച്. ലഹത്തുഹു അൽ യബാനിയത്തു വഇയ ലഹത്തും വഅബത്തും അല്ല, സഅബത്തുൻ. ലുഗത്തല്ല, ലുഗത്തുൻ എന്നാണ്. വഹിയ ലുഗത്തുൻ സഅബത്തുൻ. ഓക്കെ, അവിടെ കിട്ടി. ലുഗത്തുൽ യാബാനിയത്ത് വഹിയ ലുഗത്തുൻ സഅബത്തുൻ. പിന്നെന്താണ്? അതാണ് ചോദ്യം. സഅബത്തുൻ. അത് കഴിഞ്ഞിട്ട് അല്ലഹാത്ത അൽ യബാനിയത്ത്. اللغة اليابانية. അൽ ലുഗത്തുൽ യാബാനിയത്ത് എന്ന് ഇപ്പുറത്ത് എഴുതിയിരിക്കുന്നതാണ്. അതെന്താണ്? മുകളിൽ പിന്നെ ഇത് എഴുതിയിരിക്കുന്നത് അവിടെ അക്ഷരം അത് അടയാളം എഴുതിയിരിക്കുന്നില്ലേ? നമുക്കത് വായിക്കാൻ പറ്റുന്നില്ല. ആ വായിക്കാൻ പറ്റാത്ത സംഭവം അൽ ലുഗത്തുൽ യാബാനിയത്ത് യാബാനി എഴുത്താണെന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്താ പറ്റിയ ആ ഭാഷ? ലുഹത്തുനാണല്ലേ? ലുഗത്തുൽ യാബാനിയത്ത് ജപ്പാൻ ഭാഷയിൽ ജപ്പാൻ ഭാഷയാണ് എഴുതിയേക്കണം അല്ലേ? ജപ്പാൻ ഭാഷയാണ് എഴുതിയിരിക്കുന്നത്. ജപ്പാൻ ഭാഷയാണ്. അൽ ലുഗത്തുൽ യാബാനിയത്ത് അവിടെ പിക്ചർ കൊടുത്തതുപോലെ പറഞ്ഞിരിക്കുകയാണ്. അവിടെ ആ കൊടുത്തിരിക്കുന്നത് ലുഗത്തുൽ യാബാനിയത്തും ആണ്. അൽ ലുഗത്തുൽ യാബാനിയത്തു. പച്ചമനുഷ്യ കൊണ്ട് എഴുതിയിട്ടുണ്ട്. അതെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റഷീദ് സാഹിബ് പറയും. ഉസ്താദെ, ഞാനിപ്പോ മറ്റേ ഒരു പള്ളിയില് സലഫി മസ്ജിദിൽ ഇമാമ് നിൽക്കേണ്ട ഒരു അവസ്ഥ. അപ്പൊ ഞാനിപ്പോ കോൺസെൻട്രേറ്റ് ചെയ്യണത് ഇഫ്ലിനാണ്. ഹലോ, കേൾക്കുന്നുണ്ട്. അപ്പൊ ഉസ്താദ് നേരത്തെ പറഞ്ഞല്ലോ മറ്റേ അര പേജെങ്കിലും ഖുർആൻ നോക്കണം. അപ്പൊ ആ ഭാഗം ഒരു വീക്കാണ് ഇപ്പൊ എന്റെ ഭാഗം. അപ്പൊ അവിടെ ഒരു തടസ്സം വരുന്നത് എന്താ വെച്ചാല്, ഇത് വായിക്കുമ്പോ കിട്ടാത്ത വാക്കുകൾ അപ്പൊ ട്രേസ്, ഉസ്താദിനെ വിളിക്കാൻ പറ്റില്ലല്ലോ, ട്രേസ് ഔട്ട് ചെയ്യാനുള്ള മെക്കാനിസം ഇപ്പൊ എന്താ? ഡിക്ഷണറി വാങ്ങിക്കണം? ഇപ്പൊ ഡിക്ഷണറി ഒന്നും നോക്കേണ്ടതില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പൊ നമ്മൾ എന്താണോ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നത്, കോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. അപ്പൊ നമ്മൾ ഖുർആൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്, അത് സ്കിപ്പ് ചെയ്ത് പോവുക. ഇപ്പോഴതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ ഗ്രാജുവൽ ലേണിംഗ് ഉണ്ടായിരുന്നു. ആ ഗ്രാജുവൽ നിങ്ങളിപ്പോ ഫൈനലെത്തിയെന്ന് എനിക്ക് തോന്നുന്നു. റഷീദ് സാഹിബ് ഫൈനലെത്തിയില്ലേ? ഹലോ, അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ ഫൈനലെത്തി. അപ്പൊ അവിടെ ഒരു ഗ്രാജുവൽ ലേണിംഗ് ഉണ്ടായിരുന്നു. ആ ഗ്രാജുവൽ ലേണിംഗിന്റെ ഫ്ലോ എവിടെയോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതായി എനിക്ക് തോന്നി. അതെ, യാത്ര. ശരി, ഓക്കെ, നിങ്ങളെ അവസ്ഥ എനിക്ക് മനസ്സിലായി. കണ്ടിന്യൂസ് എന്താ പറയാ, ഫ്രീക്വന്റ് ട്രാവലോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ട്രാവലോ ഒക്കെ വരുന്നു. അപ്പൊ എല്ലാത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ പറഞ്ഞ ഹാഫ് പേജ്, അര പേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കവർ ചെയ്യാൻ പറ്റണം. ഇല്ലെങ്കിലും ആഴ്ചയിൽ 3 വർക്കെങ്കിലും ചെയ്തിരിക്കണം. ഞാൻ പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മൾ ആഫ്റ്റർ എ ലോങ് ടൈം യു വിൽ ബി ഡെസ്പറേറ്റഡ്. നമ്മൾ കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നിരാശനായി പോയി, എനിക്കൊന്നും കിട്ടിയില്ലല്ലോ. കിട്ടാത്തതിന്റെ കാരണം നമ്മൾ ആദ്യം മുതലേ പറയുന്നുണ്ട്, അര പേജ് നിങ്ങൾ വർക്ക് ചെയ്യണം. അര പേജ് വർക്ക് അതെ, നിങ്ങൾ കണ്ടിന്യൂസ് ട്രാവൽ ആയതുകൊണ്ടാണ് ഞാൻ അതിന് എന്ത് ചെയ്യുന്നത്, 50% കുറച്ച് വന്നിട്ട് അറ്റ്ലീസ്റ്റ് 3 വർക്കെങ്കിലും നിങ്ങൾ ചെയ്തിരിക്കും. ഈ അര പേജിന്റെ വർക്ക് 3 ടൈംസ് എങ്കിലും നിങ്ങൾ ചെയ്തിരിക്കണം. അപ്പൊ ഇനി മൂലം തുടങ്ങിയാൽ മതിയല്ലോ. ഇപ്പൊ തുടങ്ങിയാൽ മതി. പിന്നീട് നമ്മൾ പഠിച്ച വെർബുകളുടെ പട്ടിക ആദ്യം മുതൽ നിങ്ങൾ ഗ്രാജുവൽ ലേൺ ചെയ്യണം.
അത് ഞാൻ നടത്തിയിട്ടുണ്ട്. അതങ്ങനെ വെറുതെ പിടിക്കാണ്. അല്ല ഒന്നുകൂടെ ഗ്രാജുവലി അവിടെ നിന്ന് താഴത്ത് മൂന്നക്ഷരങ്ങൾ ആ ആ മൂന്നക്ഷരം പോയിട്ട് ആദ്യം ആ മൂന്നക്ഷരം, പിന്നീട് മൂന്നക്ഷരത്തോടൊപ്പം ഹംസ് വന്നത്, അല്ല ആ മൂന്നക്ഷരത്തോടൊപ്പം അല്ല, ആദ്യം മൂന്നക്ഷരം മാത്രമുള്ളത്, അതായത് ഹംസ് ഷദ് ദീർഘാക്ഷരമല്ല, ദുർബലാക്ഷരം ഇല്ലാത്തത്, ഹംസ് ഷദ് ദുർബലാക്ഷരങ്ങൾ ഇല്ലാത്തത്, ഹംസ് ആ ഷദ് ദുർബലാക്ഷരങ്ങൾ ഇല്ലാത്തതാണ് ആദ്യം പഠിക്കുന്നത്. പിന്നെ ആ സെക്കൻഡ് ലെവലിൽ വന്നിട്ട് ദുർബലാക്ഷരമുള്ള ക്രിയകൾ, പിന്നീട് വന്നിട്ട് ഹംസുള്ള ക്രിയകൾ, പിന്നീട് വന്നിട്ട് പിന്നെ ദുർബലാശയമുള്ളത് തന്നെ ദുർബലാശയം തുടക്കത്തിലുള്ള ക്രിയകൾ, മധ്യത്തിലുള്ള ക്രിയകൾ, എങ്കിലുള്ള ക്രിയകൾ, പിന്നെ ഹംസുള്ള ക്രിയകൾ, പിന്നെ ഷെദ്ദുള്ള ആ ക്രിയകൾ. ഇതാണ് ഗ്രാജുവൽ ആ ലേണിംഗ് എന്ന് പറയുന്നത്. അത് ആ കഴിഞ്ഞിട്ട് ആ 3+1 എന്ന് പറഞ്ഞാൽ മധ്യത്തെ ഇരട്ടിക്കുന്ന അക്ഷരം, പിന്നെ ആ 3+1 ഹംസ് വന്നത് അഞ്ചല ഗ്രൂപ്പ്, ആ പിന്നെ 3+1 പിന്നെ ജാഹദ ഗ്രൂപ്പ്. ഇങ്ങനെ ആ ഗ്രാജുവലി പോകണം. ആ അപ്പൊ ആ ഭാഗം ഒന്ന് ആദ്യം തൊട്ട് തുടങ്ങാം. ഗ്രാജുവലി പോയിട്ട് ഏഴാമത്തെ ഇത് വരുമ്പോഴത്തേക്ക് പിന്നെ ഏഴാമത്തെ ഗ്രൂപ്പ് വരുമ്പോൾ പിന്നെ എന്ത് വരും, പിന്നെ 9, 8, 17. ആ എട്ടാമത്തെ ഗ്രൂപ്പ് വരുമ്പോൾ ഇത് വരും, ഏത് ഏഴാമത്തെ സെമസ്റ്റർ വരും, നമ്മുടെ ആ സിൽവർ വരെ ആ വരുമ്പോഴത്തേക്ക് ഏകദേശം ആ ഗ്രൂപ്പുകളുടെ ഇത് കഴിയും. പിന്നെ ആ വന്നിട്ട് നമ്മൾ ഗ്രാജുവൽ ലേണിംഗ് വേറെയും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആ പിന്നീട് ഓരോന്നിലും ദുർബലാക്ഷരങ്ങൾ കൂടുതൽ വന്നത്, പിന്നെ ദുർബലാക്ഷരങ്ങൾ അഞ്ചല ഗ്രൂപ്പിൽ ദുർബലാക്ഷരം വന്നത്, ജാഹദ ആ ഗ്രൂപ്പിൽ ദുർബലാക്ഷരം വന്നത്, അങ്ങനെ ആ ആമന, ഇതൊക്കെ നമ്മൾ പ്രത്യേകം വരേണ്ടത്. ആ ഗ്രാജുവൽ ലേണിംഗ് ഇങ്ങനെ പോകണം. ആ അത് നിങ്ങൾ ആ റിവൈസ് ചെയ്യണം. അങ്ങനെ ആ ആഴ്ചയിൽ ഒരു പാഠമെങ്കിലും നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ഒന്നല്ല, ആ ഒന്ന് റിവൈസ് ആ ചെയ്താൽ ഇവിടെ എത്തില്ല. അങ്ങനെ മനസ്സിലായി റിവൈസ് ചെയ്യണം അക്കോർഡിംഗ് ടു യുവർ അതെ ടൈം. അത് കഴിഞ്ഞിട്ട് അതെ പിന്നെ ഈ പറയുന്ന ഇതിന്റെ ഒപ്പം അറബി ഭാഷയുടെ പഠനം കൂടെ പോകണം. ആ ആ എന്നിട്ട് ആ നിങ്ങൾ ആഴ്ചയിൽ 3 വർക്കെങ്കിലും ചെയ്യണം. അരപ്പേജിന്റെ മനസ്സിലായി. ആ രണ്ടും ആ കൂടെ ചെയ്താൽ നമുക്ക് പോകും. ഓക്കെ. അതെ പിന്നെ അതെ തജ്വീദിനെ കുറിച്ച് വേറെ എന്തെങ്കിലും പറയണ്ടോ? എന്തോ തജ്വീദിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ആ തെജീവിത് അപ്പോ മറ്റേ സൂറത്തുൽ മുസമ്മിലെ 4-ാമത്തെ ആയത്ത് നമ്മള് അതിന്റെ കുട്ടൻസ് തെജീവിത് വേണം തന്നെയല്ലേ ഉസ്താദ്? ഇപ്പൊ ഉമ്മാന്ന് ഉപയോഗിക്കാൻ പകരം ഊമാന്ന് എഴുതിയാല് എന്താവും തരം? അതല്ലേ തെജീവിത്? ഞാൻ അതൊന്നുമല്ല അതിന്റെ എന്റെ വിഷയം. എന്റെ വിഷയം എന്ന് ആ പറഞ്ഞാൽ ഖുർആന്റെ വിഷയം. വറത്തിൽ ഖുർആനെ തർത്തീല എന്ന് പറയുന്നിടത്തും എന്ന് പറയുന്നിടത്തും ഒന്നും തജ്വീദ് അല്ല ഖുർആന്റെ ഉദ്ദേശം. അള്ളാഹ് പറയുന്നിടത്ത് നിങ്ങൾ മനോഹരമായി പാരായണം ചെയ്യുക എന്നതല്ല ഉദ്ദേശം. മറിച്ച് ആ എന്താണ്, നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്യുക എന്നതാണ്. ഓ നിങ്ങൾ നിർത്തി ഓ പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശ്രദ്ധിച്ച് ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. ഖുർആൻ അമ്മല ഖുലൂബിൻ അത്ഫാലുഹാ. ആ നിങ്ങളുടെ ഹൃദയം ലോക്ക്ഡൌണിലാണോ? നിങ്ങൾ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? പിന്നെ നിങ്ങൾ ഖുർആൻ ഖുർആന് അള്ളാഹ് അല്ലാത്തുള്ള ഭാഗത്ത് നിന്നാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ ആ അല്ലെങ്കിൽ പിന്നെ ഖുർആൻ പാരായണം ചെയ്യുന്നവൻ എന്താ പാരായണം ചെയ്യുന്ന പറഞ്ഞു? സൂറത്തു ആലി ഇമ്രാന്റെ അവസാനം എന്താ പറഞ്ഞത്? ربنا ما الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض. ഇങ്ങനെ ഓരോ സ്ഥലത്ത് എവിടെ എടുത്ത് നോക്കിയാലും നമ്മൾ ചിന്ത അഫലാത്തൂൻ തഫക്കറൂൻ എന്താ പറയാ, അങ്ങനെ ചോദിച്ചിട്ടുള്ള വാക്കുകൾ വരുന്നില്ലേ? ഇതൊക്കെ എന്താണ്? ചിന്തിക്കാനാണ് പറയുന്നത്. ഇപ്പൊ തജ്വീദ് വേണോ വേണ്ടേ എന്നുള്ള കാര്യം, തജ്വീദ് വേണോ 3 മാസം കൊണ്ട് പഠിക്കാവുന്നേ ഉള്ളൂ. അതെ അതെ അത്രയുള്ളൂ. നമ്മൾ തജ്വീദ് പ്രാക്ടിക്കൽ ലെവലാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നീട് ഇംപ്ലിമെന്റേഷൻ, അതായത് പ്രാക്ടിക്കൽ ലെവൽ, ഇംപ്ലിമെന്റേഷൻ ലെവൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ ടീച്ചർ ലെവല്, സ്കോളർ ലെവല്, പിന്നെ എന്താണ് റിസർച്ച് ലെവല്, ഇങ്ങനെ കുറെ ലെവലുകളുണ്ട്. നമ്മൾ ഇതൊന്നും അല്ല സാധാരണക്കാർ പഠിക്കുന്ന തജ്വീദ്. സാധാരണക്കാർ ഇപ്പൊ തന്നെ എന്താണ് റിസർച്ച് സ്കോളർ ലെവലിലാണ് പഠിക്കുന്നത്. ജസരിയയുടെ ബൈത്താണ് അവർ കാണാൻ പഠിക്കുന്നത്. ജസരിയയുടെ ബൈത്ത് കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്ന് എനിക്കൊന്നും അറിയില്ല. എനിക്ക് ടീച്ചേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉണ്ട് അറബി, പിന്നെ തജ്വീദിന്റെ ടീച്ചേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അറബി ഗുരുക്കളാണല്ല ഗുരുനാഥന്മാര്. ഷഹാദത്തുൽ ഖൗൽ എന്ന് പറഞ്ഞ് നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ അറിയാൻ പറ്റും. ഷഹാദത്തുൽ ഖൗൽ അദ്ദേഹം പ്രസിദ്ധനായ സനദുള്ള കാര്യമാണ്. അതായത് എന്റെ ഗുരുനാഥൻ വരെ എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും പരമ്പര മുറിയാത്ത സനദുണ്ട്. നമ്മളെ ഷേഖ് ഉസ്താദ് എന്താ പറയാ കാന്തപുരത്തിന്റെ ഇടയ്ക്ക് സനദുണ്ടെന്ന് പറഞ്ഞില്ലേ? എന്ന് പറഞ്ഞതുപോലെ അവിടെ എന്റെ ഗുരുനാഥൻ വരെ എന്തുണ്ട്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും പരമ്പര മുറിയാതെ വാമൊഴിയായും വരമൊഴിയായും കേട്ട് പഠിച്ച ഗുരുനാഥന്മാരുണ്ട്. രണ്ട് ഗുരുനാഥന്മാരുടെ കൂടെ ഷഹാദത്തുൽ ഖൗലം, ജമാൽ ഖിർഷി, ഇവരൊക്കെ നെറ്റിൽ നോക്കിയാൽ കാണുന്ന പ്രസിദ്ധരായ ഹാഫിദുകളാണ്, കാരികളാണ്. അതേപോലെ എന്താണ് തജ്വീദിന്റെ വിശാരദന്മാരാണ്. അവരുടെ കീഴിലാണ് ഞാൻ തജ്വീദ് പഠിച്ചിരിക്കുന്നത്. എന്റെ കൂടെ തജ്വീദ് പഠിച്ചവരാരും അനറബികളില്ല. ശരിയാ. എന്റെ കൂടെ തജ്വീദ് പഠിച്ചവരാരും അനറബികളില്ല. അതിപ്പോ 2 ആഴ്ച മുമ്പേ ഉസ്താദെ. ഓക്കെ, ക്ലാസ് തീർന്നു കേട്ടാ. റഷീദ പറയുന്നത് കേൾക്കണമെന്ന് കേൾക്കാം. പറഞ്ഞോ. ഇല്ല, ഞാൻ പിന്നെ ഉസ്താദെ പ്രൈവറ്റ് ആയിട്ട് വിളിച്ചു. അല്ല ഉസ്താദ്, ഒരു കാര്യം കൂടി. പിന്നെ ഉസ്താദ് പറഞ്ഞത് മനോഹരമായി പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഖുർആൻ ഉദ്ദേശിക്കുന്ന ആശയം ശരിക്കും കൺവേഡ് ആവില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു. ഇപ്പോ മനോഹരമായി പാരായണം ചെയ്താൽ ഖുർആനിന്റെ ആശയം ശരിക്ക് കൺവേഡ് ആവില്ല. അതായത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. മനോഹരമായി പാരായണം ചെയ്യുക എന്നതല്ല ഖുർആൻ അവതരണത്തിന്റെ ലക്ഷ്യം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഒരു ചരിത്രം പറഞ്ഞില്ലേ, അല്ലമൽ ഖുർആൻ ആ പറഞ്ഞാണ്ട്. അപ്പൊ അടി കിട്ടാൻ കാരണം ആ മെസ്സേജ് പോയതുകൊണ്ടാണെന്ന് പറഞ്ഞു അല്ലെ? അതായത് ഒരു മുദ്രാവാക്യം പോലെ ഖുർആൻ. അപ്പൊ ഞാൻ ഒരു സാധനം ഇങ്ങോട്ട് പറയാണ്. അത് നിങ്ങൾ കേട്ടിട്ട് ഞാൻ പറഞ്ഞതില് ഒന്നുകൂടെ തിരിച്ചു പറയാം, ഒന്നുകൂടെ കൺഫേം ആക്കി പറയാം. തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഖുർആൻ പാരായണ ശാസ്ത്രം തജ്വീദിന് പ്രാധാന്യം ഇല്ലെന്നോ പഠിക്കണ്ടോ എന്നോ ഞാൻ പറഞ്ഞില്ല. അതേസമയം ഞാൻ പറഞ്ഞത് തജ്വീദ് പഠനത്തിന് ഗ്രേഡുകളുണ്ട്, ആ ഗ്രേഡുകൾ ഫോളോ ചെയ്ത് പഠിക്കണം എന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ സ്റ്റുഡന്റ് ലെവലിൽ പഠിക്കേണ്ട തജ്വീദിന് പകരം റിസർച്ച് സ്കോളർ ലെവലിലാണ് ഇപ്പോഴുള്ള പഠനം നടക്കുന്നത്. എന്നാൽ പ്രാക്ടിക്കലി എവിടെയും തജ്വീദ് ഇല്ലയും താനും. ഇവിടെയാണ് പ്രോബ്ലം. രണ്ടാഴ്ച മുമ്പേ പറഞ്ഞാൽ തീർക്കട്ടെ. അപ്പൊ പിന്നെ എന്റെ മനസ്സിൽ തോന്നിയത്, ഇപ്പൊ ഞാൻ മലയാളത്തിലെ ഒരു കവിത ആലപിക്കുകയും പറയുകയും ചെയ്യാം. ഏതാണ് കൂടുതൽ കൺവേഡ് ആവുന്നത്, മെസ്സേജ് കൺവേഡ് ആവുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ തിരുത്തിയില്ല. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് മനോഹരമായി പാരായണം ചെയ്യലല്ല ഖുർആൻ അവതരണത്തിൽ ലക്ഷ്യം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. മറിച്ച് ഖുർആൻ പാരായണത്തിന്റെ മനോഹരമായി കൺവേ ചെയ്യേണ്ടെന്നൊന്നും പറഞ്ഞില്ല. അത് നിങ്ങൾ തിരുത്തണം. ഹലോ, അത് എന്റെ 2 ആഴ്ച മുമ്പ് അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞു കേൾക്കട്ടെ. അബ്ദുറഹ്മാൻ സാഹിബ് പറയട്ടെ. ഇതാണ് അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് പാരായണ രീതിയിലൂടെ മെസ്സേജ് പാസ് ആവും എന്നുള്ളത്. അത് ഞാൻ ഇതും കൂടി പറഞ്ഞ മനസ്സിലായി. ഞാൻ ഇപ്പൊ ആലപിക്കാം, മലയാളം ആലപിക്കാം. ഞാൻ മലയാള കവിതന്റെ ഒരു വരി, ഒറ്റ വരി. ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം. ഇതാണ് അബ്ദുറഹ്മാൻ സാഹിബ്, നിങ്ങൾ പറഞ്ഞതിനോട് എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അതേസമയം തജ്വീദ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് അർത്ഥം പഠിക്കാൻ സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞവരോടാണ് എനിക്ക് അഭിപ്രായ വ്യത്യാസം. ഓക്കെ, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളൊരു ആശയം പാരായണം ചെയ്യുന്നിടത്ത് ഇത് പറയുന്നില്ല എന്തില്ല, എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു? അല്ലദീന ആതൈനാഹുൽ കിതാബ യത്ലൂനഹു ഹഖ്ക തിലാവതി എന്ന് പറയുന്നിടത്ത് അവിടെ ഹഖ് തജ്വീദാണ് എന്ന് പറയുന്നിടത്താണ് നമുക്ക് അഭിപ്രായ വ്യത്യാസം. അതേപോലെ തന്നെ റത്തിൽ ഖുർആന തർത്തീല എന്ന് പറയുന്നിടത്ത് തജ്വീദിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് പറയുന്നിടത്തുമാണ് ചിന്തിക്കേണ്ടത്. എനിക്ക് അഭിപ്രായ വ്യത്യാസം. മഹാപണ്ഡിതന്മാർ പലരും അത് തജ്വീദിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയം അവിടെ ചിന്തിക്കേണ്ടതാണ്. അവിടെ നമ്മൾ അർത്ഥത്തിൽ, അതായത് നമ്മുടെ കേരളം പോലുള്ള ഒരു പ്രദേശത്ത് ഞാൻ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ പറഞ്ഞാൽ അതിന്റെ ഖേദകരമായ ഒരു സംഗതി, ഇത്രയും തജ്വീദ് പഠിപ്പിക്കുന്ന സ്ഥലത്ത് എത്ര പള്ളികളിലാണ് മലയാളികളല്ലാത്ത ഇമാമുകൾ ജോലി ചെയ്യുന്നത്? എന്തുകൊണ്ട് മലയാളികളല്ലാത്ത ഇമാമുകൾ ജോലി ചെയ്യേണ്ടി വരുന്നു നമ്മുടെ നാട്ടിൽ?
പരിതാപകരമല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കി എന്തുകൊണ്ട് ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പൊ പുതിയ ഒരു ഇമാമിനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഉലി ബഹസിൻ എന്നത് പോലും അദ്ദേഹത്തിന് നേരെ ഓതാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ആളെ മലയാളത്തിൽ കൊണ്ട് വെച്ചിരിക്കുക കേരളത്തിൽ. നമ്മൾ തയ്വീത് പഠിച്ചിട്ട് എവിടെ എത്തി? നമ്മൾ തയ്വീത് പഠിച്ചിട്ട് എവിടെ എത്തി? അതേസമയം ഞാൻ ഇന്ന് ഓതിയ ആയത്ത് ഇതാണ് എന്ന് ഒരു 2 വാക്കെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന ഇമാമുമാർ എത്ര പേരുണ്ട്? ഓക്കെ, നമ്മള് ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. റഷീദ് സാഹിബ് വിളിക്കുക കേട്ടോ, അബ്ദുറഹ്മാൻ സാഹിബും വിളിക്കുക, നേരത്തെ നമുക്ക് സംസാരിക്കാം. അല്ല, അത് എല്ലാരും കേൾക്കണം എന്നല്ലാണ് ഉസ്താദ്. ഒരു 2 മിനിറ്റും കൂടി ക്ഷമിക്കുകയാണെങ്കിൽ. അതായത് എനിക്ക് 2 ആഴ്ച മുമ്പ് ദുബൈയിൽ പള്ളിയിൽ ഒരു അനുഭവം ഉണ്ടായി. അതായത് ഞാൻ കാസർഗോഡ് ജോലി ചെയ്യുമ്പോൾ എന്നെ ദമാമിൽ ഹിഫ്ള് കഴിഞ്ഞ ഉസ്താദ് വന്ന് പഠിപ്പിക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ തജ്വീദിന്റെ ബാലപാഠം മനസ്സിലാക്കിയത്. അപ്പൊ ഞാൻ ദുബൈയില് 2 ആഴ്ച മുമ്പ് ജമായത്തൊക്കെ കഴിഞ്ഞിട്ട്, കേൾക്കേണ്ടല്ലോ? കേൾക്കുന്നുണ്ട്. ജമായത്തൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉറക്കെ ഖുർആൻ പാരായണം തുടങ്ങി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ എന്റെ ഈ തജ്വീദ് പഠിച്ചതിന് ശേഷം എനിക്ക് ഖുർആൻ ഓതുമ്പോ ഞാൻ പരിസരം മറക്കാറുണ്ട്. അതിന്റെ ആ ചൈതന്യം, അതൊരു എന്തോ ഒരു ഊർജം എന്റെ അനുഭവത്തിൽ കൂടിയാണ് ഞാൻ ഇപ്പൊ ജീവിതം കടന്നു പോകുന്നത്. അവർ 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ഒരു ഇംഗ്ലീഷുകാരൻ എന്റെ അടുത്ത് വന്നു. എന്റെ അടുത്ത് വന്നിട്ട് ഈ ഓതണന്റെ ഇടയിൽ എന്റെ കൈ പിടിച്ചിട്ട് ഇറ്റ്സ് വെരി ക്വൈറ്റ് നൈസ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ട് കുറച്ചേരി ഇരുന്നിട്ടാണ്ട് ആള് പോയി. അപ്പൊ എന്റെ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എനിക്ക് അപ്പൊ മനസ്സിലായി എന്റെ തജ്വീദ് ബാലപാഠം അറിയുന്നത് കൊണ്ടായിരിക്കാം പുള്ളി അങ്ങനെ പ്രതികരിച്ചത്. അല്ല, അതിനോടൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തജ്വീദില് ട്രെയിനിങ് ഉള്ള ആളാണ്. പറഞ്ഞപ്പോ അത് തീരെ ശ്രദ്ധിക്കണ്ട എന്നൊരു ധ്വനി എനിക്കും അങ്ങനെ ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരുത്തണം കേട്ടോ. അങ്ങനെ ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ തജ്വീദ് തീരെ ശ്രദ്ധിക്കണ്ട എന്ന് പറഞ്ഞിടത്ത് അതേസമയം ഇതിൽ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ബഹുഭൂരിപക്ഷവും ഫൈനലിന്റെ അടുത്ത് എത്തിയോ ആൾക്കാരാണ്, ഭൂരിപക്ഷം സ്റ്റുഡൻസും. അവരോട് എനിക്ക് ഖുർആൻ പാരായണം ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു? ഇപ്പം ഫിദിയത്തിൽ നിന്ന് പറഞ്ഞെടുത്ത് ഫിദിയയിലേക്ക് പോയി ഒന്ന്. രണ്ടാമത് ഫത്തഹൻ ഫത്തൻ എന്ന് പറഞ്ഞെടുത്ത് ഫത്തഹിലേക്ക് പോയി. അപ്പൊ അതെന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ ശ്രദ്ധ നമ്മൾ എവിടെ, നിങ്ങൾ ആ സുഹൃത്തിന്റെ അൽഫാത്തിഹയുടെ ഇതെടുത്ത് നോക്കുക. നിങ്ങൾ അൽഫാത്തിഹ ഞാൻ പഠിപ്പിക്കുന്ന ഇടത്ത് വയൽ മഹബൂബി അലൈഹി മലബാലീൻ എന്നിടത്ത് ഒരാളെ കമന്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അത്രയും ഫോക്കസ് ചെയ്തിട്ടാണ് അത് പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ തജ്വീദ് ശ്രദ്ധിക്കുമ്പോൾ അർത്ഥത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, അർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. മദ്ദുൽ ഉപയോഗിക്കല്ലേ ഫാത്തിഹയിൽ അവസാനം ലാലിന്റെ അവിടെ ലാസിം പലരും ഉപയോഗിക്കല്ല. ഒരു ഡൗട്ടും കൂടി, ഫൈനൽ ഡൗട്ട്. അലിഫ് ലാമിന് എത്ര വാക്കുണ്ട് സാറേ? എത്ര വാക്കുണ്ട്? അലിഫ് ലാമീം പറയും എത്ര വാക്കുണ്ടെന്ന് പറയും. പറയും. അല്ല, എന്റെ ഡൗട്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല, നിങ്ങളൊന്ന് കേൾക്കുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവും. അതെ, അതായത് മറ്റേ 3x3 ആണോ? അതെ, അലിഫ് എന്ന് പറയുമ്പോ 3 വാക്കല്ലേ? ലാം എന്ന് പറയുമ്പോൾ 3 വാക്കാണോ? അല്ല, എന്റെ ഡൗട്ട്, ഞാൻ ഒരു സംശയത്തിൽ നിൽക്കുന്നോണ്ട് വ്യക്തമായ റിപ്ലൈ പ്രതീക്ഷിച്ചിട്ടാ ചോദിക്കും. നിങ്ങൾ പറയും, നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയെന്ന് പറയാം. അപ്പൊ എവിടെയാണ് ഞാൻ മനസ്സിലാക്കിയതാണ്, അത് ശരിയാണോ എന്നാണ്. അലിഫ് 3 വാക്ക്, ലാമിന് 3 വാക്ക്, മീമിന് വാക്കാണോ അക്ഷരമാണോ? അക്ഷരം, സോറി. അത് ശരിയാണോ? ഓക്കെ, പറയൂ. പിന്നെ അതന്നെ, അത്രേനുള്ളൂ. എന്നിട്ട് അതിന്റെ പ്രതിഫലത്തിന്റെ എണ്ണം കൂട്ടുന്ന കണക്കാണോ ഉദ്ദേശിക്കുന്നത്? അതും ശരിയാണ്. അതും അതിന്റെ പിന്നിലുണ്ട്. പിന്നെ തജ്വീദ് ഉദ്ദേശിച്ചിട്ടുണ്ടോ നിങ്ങൾ? യഥാർത്ഥത്തിൽ അലിഫ് ലാം മീം എന്ന് പറയുമ്പോ അലിഫ് എന്നതിന് ദീർഘമില്ല, ലാം എന്ന് പറയുന്ന 6 ഹർക്കാത്ത് ദീർഘമുണ്ട്.
6 ഹർക്കത്ത് ദീർഘമുണ്ട്. അതെന്ത് എന്ത് പിന്നെ ശബ്ദാണ്? ഏതാണ്? മദ് ലാസിമാണ്. അതെ ലാസിമാണ്. പിന്നെ ഹർഫിയാണ്. പിന്നെ അതായത് അക്ഷരത്തിലുള്ളതാണ്. മദ് ലാസിം ഹർഫിയാണ്. പിന്നെ മദ് ലാസിമാണ്. അപ്പൊ ലാം എന്ന് 6 ഹർക്കത്ത് നീട്ടി പോകണം. പിന്നെ മീം വരുമ്പോഴത്തേക്ക് ലാം ഇന്റെ മീമിന് സുക്കൂനുണ്ട് അവസാനം. സാറ് അല്ല ഉസ്താദ്, അത് ഉസ്താദ് തെജീവീദല്ലേ പറഞ്ഞു? ഞാൻ തെജീവല്ല ചോദിക്കണം. ഞാനിപ്പോ അലിഫ് എന്ന് പറയുമ്പോ മറ്റേ അലിഫ് എന്ന് പറയുമ്പോ മറ്റേ 3 അക്ഷരല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ലാമ് മീമ് ഹംസ അലിഫ് ലാമ് മീമ് മീട്ടലല്ല, തെജീവീദല്ലേ ഞാൻ ഉദ്ദേശിച്ചത്. അലിഫ് എന്ന് പറയുന്നിടത്ത് ഹംസ ലാമ് ഫ അലിഫ് 3 അക്ഷരല്ലേ? 3 അക്ഷരം. പിന്നെ അങ്ങനെ ബാക്കി 2 എണ്ണത്തില് 3 അക്ഷരല്ലേ എന്നാ ചോദിക്കുന്നത്. ലാം എന്ന് പറയുന്നത് ലാമ് അലിഫ് മീമ് 3 അക്ഷരം. മീം എന്ന് പറയുന്നിടത്ത് മീമ് യാ മീമ് മീം. അപ്പൊ ഇത് ശരിയല്ലേ എന്നാ ഞാൻ ചോദിക്കുന്നത്. ഇത്ര ഉള്ള പോലെ. അപ്പൊ ഈ 3 അക്ഷരങ്ങൾക്കും 10 അക്ഷരം പ്രതിഫലം കിട്ടും. ഉണ്ട്. അപ്പൊ 270 ആണോ? നമ്മളുടെ കാൽക്കുലേഷൻ അതല്ല കേട്ടോ. ഈ കാൽക്കുലേഷനിൽ എവിടെയാണ് പിഴവ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ വൽ ഹസനത്തു മിൻ അശറത്തി അംസാലിഹ ഇലാ 700 ളഅഫ് എന്നതാണ് ഹദീസ്. അപ്പൊ എവിടെയാണ് വൽ ഹസനത്തു ബി അശറത്തി അംസാലിഹ എന്ന് പറയുന്നിടത്ത് മാത്രം ഫോക്കസ് ചെയ്യുന്നത്? അവിടെ പിഴവുണ്ട്. അതായത് പറയുന്നിടത്ത് പല സ്ഥലങ്ങളിലും പിഴവുണ്ട് എന്ന് ചോദിച്ചാല് ഈ പറയുന്നതൊന്നും പിന്നെ കന്യാകുമാരി മുതൽ പിന്നെ മഞ്ചേശ്വരം വരെ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ഇനി ലക്ഷക്കണക്കിനുണ്ടെന്ന് വേണമെങ്കിൽ പറയാം, ആയിരക്കണക്കിന് അല്ലെങ്കിൽ 100 കണക്കിന് മദ്രസകളും ഇസ്ലാമിക സ്ഥാപനങ്ങളും ഇസ്ലാമിക കോളേജുകളും അറബി കോളേജുകളും ഉള്ള സ്ഥലത്ത് ഉള്ള വായനക്കാരെ കുറിച്ചാണോ നിങ്ങൾ അലിഫ് എന്ന് പറഞ്ഞാൽ അലിഫ് ലാം മീം ഹർഫൻ ലാക്കിൻ അലിഫുൻ ഹർഫൻ വലാമുൻ ഹർഫൻ വമീമുൻ ഹർഫൻ ഇത് ഓരോന്നിനും 10 പ്രതിഫലം കിട്ടും എന്ന് പറയുന്നത്? കന്യാകുമാരി മുതൽ മഞ്ചേശ്വരം വരെ 100 കണക്കിന് അറബി കോളേജുകളും മദ്രസകളും യൂണിവേഴ്സിറ്റികളും. ഏത് യൂണിവേഴ്സിറ്റി? ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികൾ. ഞങ്ങളുടെ നാട്ടിലുണ്ട് യൂണിവേഴ്സിറ്റി. ജാമിയ മന്നാനിയ യൂണിവേഴ്സിറ്റി ഉണ്ട് ഇവിടെ. പിന്നെ നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ എത്രയോ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവും. അറബി കോളേജുകൾ, ഗവൺമെന്റ് അംഗീകൃത അറബി കോളേജുകളുണ്ട്. അവിടെ നിന്നൊക്കെ ഡിഗ്രിയും പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ പാസ്സാകുന്നു. 100 കണക്കിന് അല്ലെങ്കിൽ 1000 അറബി അധ്യാപകരുണ്ട്. ഇവരോടാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ അലിഫ് എന്ന് ഓതിയാൽ 10 പ്രതിഫലം കിട്ടുമെന്ന് പറയുന്നത്. അവരോട് 10 എന്നല്ല പറയേണ്ടത്. വൽ ഹസനത്തു മിൻ അശറത്തി അംസാലിഹ ഇലാ 700 ളഅഫിൻ. ഒരു നന്മയ്ക്ക് 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലമുണ്ട് എന്നാണ് ഇപ്പൊ നമ്മൾ ഒരു മാസം കൂടെ കഴിയുമ്പോൾ പറയും ഈ ഹദീസ്. എല്ലാരും പറയും റമദാൻ വരുമ്പോൾ പറയുന്നത് വൽ ഹസനത്തു മിൻ അശറത്തി അംസാലിഹ ഇലാ 700 ളഅഫിൻ. അവിടെയാണ് നമ്മൾ ഖുർആൻ പാരായണത്തിന്റെ പ്രതിഫലം കണക്കാക്കേണ്ടത്. അപ്പൊ എന്തിനാണ് നമ്മൾ അലിഫ് ലാം മീം എന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിക്കുകയാണ്. പക്ഷേ അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എത്ര സെക്കൻഡ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആ സെക്കൻഡിന് ഓരോന്നിനും 700 ഇരട്ടി പ്രതിഫലം കിട്ടും. കാരണം എന്താ? മിൻ അശറത്തി അംസാലിഹ ഇലാ 700 ളഅഫ്. ഇപ്പൊ 10 മുതൽ 700 ഇരട്ടി വരെയാണ്. അപ്പൊ നമ്മൾ അലിഫ് ലാം മീം എന്ന് പറഞ്ഞ 10 പ്രതിഫലത്തിന് വേണ്ടിയാണോ പാരായണം ചെയ്യേണ്ടത്? അതല്ല, മിൻ അശറത്തി അംസാലിഹ ഇലാ 700 ളഅഫ് എന്ന് പറഞ്ഞ 700 ഇരട്ടി പ്രതിഫലത്തിന് വേണ്ടിയാണോ നമ്മൾ വർക്ക് ചെയ്യേണ്ടത്? നമ്മൾ വായിക്ക് പാരായണം ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ പറയും ഏതിനാണ് പാരായണം ചെയ്യേണ്ടത്? പിന്നെ അബ്ദുൽ ഹമീദ് സാഹിബില്ലേ നേരെ ചോദിച്ച അബ്ദുൽ ഹമീദ് സാഹിബ് പോയോ? നേരത്തെ ചോദിച്ച ആള് പോയോ? പാരായണം ചെയ്ത ആള്, പദ്യം പാരായണം ചെയ്ത ആള് പോയി. എന്ത് പറയുന്നു റഷീദ് സാഹിബ്? അല്ല, അത് ഉസ്താദ് പറഞ്ഞ ഇന്റർപ്രിട്ടേഷൻ ആണെങ്കിൽ അതാണ് കേരളത്തിലുള്ള ആൾക്കാരെ കുറിച്ച് പറയുന്നത്. അതല്ല അറബി കോളേജും വായനയും ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ എന്ന് പറഞ്ഞെടുത്ത് വരും. അതായത് കഷ്ടപ്പെട്ട് ക്ലേശിച്ച് പാരായണം ചെയ്യുന്നവന് ഇരട്ടി പ്രതിഫലമുണ്ട്. അപ്പൊ അല്ലാതെ നമ്മൾ അലിഫ്ലാമി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. അലിഫ്ലാം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി. കഴിഞ്ഞ ദിവസം ഞാൻ അണ്ടർസ്റ്റാൻഡ് ഖുർആന്റെ ഒരു പുതിയ ബാച്ച് തുടങ്ങാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പോ ഈ പറയുന്ന വാക്കുകളെല്ലാം എല്ലാവർക്കും അറിയാം, പക്ഷെ ഖുർആൻ വായിച്ചാൽ അറിയില്ല. എല്ലാ വാക്കുകളും
അറിയാം. പക്ഷെ ഖുറാൻ വായിച്ചാൽ ആശയം അറിയില്ല. വർഷങ്ങളായി ദശാബ്ദങ്ങളായി അവർ ഖുറാൻ അർത്ഥം തഫ്സീറും വ്യാഖ്യാനങ്ങളും ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഖുറാൻ വായിച്ച അർത്ഥം അറിയില്ല. എന്തുകൊണ്ട് അർത്ഥം അറിയാത്തത്? അതാണ് നമ്മൾ ഖുറാൻ വായിക്കുക, ചിന്തിക്കുക, ഇതിന്റെ റിസൾട്ട് എന്താണ് നമ്മൾ ചിന്തിച്ച് വായിക്കണമെന്ന് പറയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലൽ ലിഖാ ബിഇذنില്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും സലാം. വലൈക്കും അസ്സലാം.